അദ്ദേഹം രചിക്കുന്നത്. അത് പിൽക്കാലത്ത് രാമാനുജാചാര്യരുടെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായിട്ട് മാറി. എഴുത്തച്ഛന് അധ്യാത്മരാമായണം പോലെ, അല്ലെങ്കിൽ ടോൾസ്റ്റോയ്ക്ക് യുദ്ധവും സമാധാനവും എന്നതുപോലെ അത് വളരെയധികം ഫേമസ് ആയിട്ട് മാറി. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ഇന്ന് ഈ ബാക്കിയുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ഓമജ്ഞാനത്തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമ. മൂകം കരോതി വഹമന്തി ശ്രീ ഗുരു ദീനദാരുണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യീശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ബുധലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമി നിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണികേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം രാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത രാമാനുജാചാര്യരുടെ ജീവചരിത്രത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകുന്നു. രാമാനുജാചാര്യർ ശ്രീഭാഷ്യം പറയുമ്പോൾ കുരത്താഴ്വാർ അതെല്ലാം ഒരു ഓലയിൽ എഴുതിയെടുക്കുമായിരുന്നു. അങ്ങനെ എഴുതവേ ആദ്യമേ മൊത്തം വായിച്ചു പഠിച്ച ബോധായന വൃത്തിയിൽ രാമാനുജാചാര്യർക്ക് എന്തെങ്കിലും തെറ്റ് വന്നതായി തോന്നിയാൽ കുരത്താഴ്വാറ് ആ സമയത്ത് എഴുതാണ്ടിരിക്കും. എന്ത് പറ്റി എഴുതാത്തതെന്ന് രാമാനുജാചാര്യർ ചോദിച്ചാൽ ആ സമയം തന്റെ ഓർമ്മയിൽ തെളിഞ്ഞ യഥാർത്ഥ വരികൾ അദ്ദേഹം പറയും. അങ്ങനെ പോകുന്ന സമയം ഒരിക്കൽ ഇതുപോലെ ഒരു വരി എഴുതാതിരുന്നതിനാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം കൂരത്താഴ്വാർ രാമാനുജാചാര്യർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ രാമാനുജാചാര്യർ എന്തോണെന്ന് അറിയില്ല, അപ്പോഴത് അംഗീകരിക്കില്ല. അന്ന് മാത്രമല്ല, രാമാനുജാചാര്യർ കൂരത്താഴ്വാരോട് പറയും, നീ എഴുതിയതൊക്കെ മതി, നീ ഇപ്പോൾ പൊയ്ക്കോളാൻ പറയും. അങ്ങനെ രാമാനുജാചാര്യ പറഞ്ഞു കേട്ട് ഇദ്ദേഹം കൂരത്താഴ്വാർ പുറത്തേക്ക് പോവുകയും അദ്ദേഹം ഗുരു തന്നോട് ഇങ്ങനെ അനിഷ്ടമായിട്ട് സംസാരിച്ചതിൽ വിഷമം കൊണ്ട് അദ്ദേഹം അന്ന് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുകയും ചെയ്തു. അന്ന് മാത്രമല്ല 3 ദിവസം അദ്ദേഹം ഒന്നും കഴിച്ചില്ല. കൂരത്താഴ്വാര് തൻ്റെ വാസസ്ഥലം വിട്ട് പുറത്തേക്ക് ആ രാമാനുജാചാര്യരുടെ അടുത്തേക്ക് വന്നതേയില്ല. അപ്പോൾ ഇത് കണ്ട് ചില ആൾക്കാർ വലിയ ദുഃഖം അഭിനയിച്ചുകൊണ്ട് കൂരത്താഴ്വാരുടെ അടുത്ത് മുമ്പിൽ വന്നിട്ട് പറയും, നിങ്ങൾ വലിയ കോടീശ്വരനായ ആളായിരുന്നല്ലോ, അങ്ങനെയുള്ള ആള് നിങ്ങൾ രാമാനുജാചാര്യർക്ക് വേണ്ടി അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കണ്ടോ, നിങ്ങളെ പുറത്തു പോകാൻ പറഞ്ഞില്ലേ, അങ്ങനെ പറയാൻ കൊള്ളാമോ എന്നൊക്കെ ഈ ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചിലര് വന്ന് കൂരത്താഴ്വാരോട് പറഞ്ഞു. അപ്പൊ കൂരത്താഴ്വാര് പറയും, ഞാന് അവരുടെ സ്വത്താണ്. അദ്ദേഹം എന്നെ ഏത് രീതിയിൽ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്താലും എനിക്ക് ഒരു വിഷമവുമില്ല. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഞാനെന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സ്വത്താണ്. അദ്ദേഹത്തിന് എന്നെ എന്ത് വേണോ പറയാം, എന്ത് വേണോ ചെയ്യാം. ഇനി അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അപ്പുറമായിട്ട് എനിക്ക് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ഇതിൽ ചോദിക്കാനോ പറയാനോ തിരുത്താനോ ഒന്നും ഞാൻ ആടുമല്ല. എൻ്റെ ഗുരുവാണ് അദ്ദേഹം. ഗുരുവിന് ശിഷ്യനെ ഏത് രീതിയിൽ വേണോ കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള വിഷമത്തിൽ നിങ്ങൾ വിഷമിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല എന്ന് പറയും. അപ്പോ കുറെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഗുരുത്താഴ്വാര് പറഞ്ഞതാണ് ശരി എന്ന ബോധ്യം ആർക്ക് വന്നു? രാമാനുജാചാര്യർക്ക് വന്നു. അങ്ങനെ അദ്ദേഹം നേരെ കൂരത്താഴ്വാര് കിടക്കുന്നിടത്ത് വന്നിട്ട് അദ്ദേഹത്തിനെ കണ്ട് വീണ്ടും കാര്യങ്ങളൊക്കെ, നീ പറഞ്ഞതാണ് സത്യം, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ശിഷ്യനായ കൂരത്താഴ്വാർക്ക് സോറിയൊക്കെ പറഞ്ഞിട്ട്, വീണ്ടും നീ വരണം, നമുക്ക് ശ്രീഭാഷ്യം ബാക്കി എഴുതണം എന്ന് പറഞ്ഞ് വീണ്ടും രണ്ടുപേരും കൂടെ പോയിട്ട് മഹാഭാരതം ഗണപതിയും വ്യാസദേവനും ചേർന്ന് രചിച്ചതുപോലെ ഇവർ രണ്ടുപേരും കൂടി ശ്രീഭാഷ്യം, ബ്രഹ്മസൂത്രത്തിന് വിശിഷ്ടാദ്വൈത തത്വമനുസരിച്ചുള്ള ഭാഷ്യം അങ്ങനെ രചിക്കുമെന്ന രാമാനുജാചാര്യരുടെ പ്രതിജ്ഞ നിറവേറ്റി. അങ്ങനെ ശ്രീഭാഷ്യകാരൻ എന്ന പേരും ആർക്ക് കിട്ടി? രാമാനുജാചാര്യർ കിട്ടി. അദ്ദേഹത്തിന് ഇളയാൾവാർ, രാമാനുജർ, യതിരാജ്യർ, ഉടയവർ, കോവിലണ്ണൻ, ശ്രീഭാഷ്യകാരൻ, ഇത്രയും പേരുകൾ ഇപ്പൊ കിട്ടി.
അങ്ങനെ എന്താണ് 2 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഭീകരമായ മഴ, ഭയങ്കര മഴ, മഴ സീസൺ. അങ്ങനെ ഏം, സാധാരണ ശിഷ്യരെല്ലാം ലോകരുടെ ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് ഭിക്ഷ യാചിച്ചു. അങ്ങനെയാണ് ആരെല്ലാം കഴിഞ്ഞത്? ഈ ശിഷ്യന്മാർ, കൂരത്താഴ്വാർ അടക്കമുള്ളവരെല്ലാം കഴിഞ്ഞിരുന്നത്. അങ്ങനെ അവർ പോയിട്ട് 4000 ദിവ്യ പ്രബന്ധങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ആ, ആ പാസുരങ്ങളൊക്കെ പാടി, ആ, അവർക്ക് കൃഷ്ണാബോധം, ഈശ്വരാബോധം നൽകിയിട്ട് അവർ കൊടുക്കുന്ന എന്തെങ്കിലും അത് സ്വീകരിക്കും. കിട്ടുന്ന അരിയാണോ തേങ്ങയാണോ പച്ചക്കറിയാണോ എന്താണെന്ന് പറഞ്ഞാൽ അത് കൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആഹാരം ഉണ്ടാക്കി നിവേദിച്ച് അന്നന്ന് കിട്ടുന്നതിന് അന്നന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കും. എന്ന് മാത്രമല്ല, ആവശ്യത്തിനായെന്ന് തോന്നിയാൽ പിന്നെ പിശയ്ക്കൊന്നും നിൽക്കത്തില്ല, പിന്നെ ഉടനെ വീട്ടിൽ വരും. അങ്ങനെയാണ് ഇവര് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര മഴ, രാവിലെ മുതൽ തകർത്ത് പെയ്യുന്ന മഴ. അങ്ങനെ ഭിക്ഷ യാചിക്കാൻ വെളിയിൽ പോകാനേ പറ്റാത്ത ഒരവസ്ഥ. ഭയങ്കര കാറ്റും മഴയും ഇടിയും മിന്നലും. അപ്പോ പുറത്തു പോയാലേ ഇവർക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. ഒന്നും അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ശീലമൊന്നുമില്ല. അന്നന്നത്തേക്ക് ആവശ്യമുള്ള എന്ത് കിട്ടുന്നോ അത് അപ്പോഴും ഭിക്ഷയാചന മതിയാക്കിയിട്ട് വീട്ടിൽ വരും. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒന്നും അരിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടുപേരും വെറും വെള്ളം മാത്രം കുടിച്ച് പട്ടിണി കിടക്കുന്നു. ഇപ്പൊ രാത്രി 8:45 ശ്രീരംഗ ക്ഷേത്രത്തിലെ രംഗനാഥ പെരുമാളിന് അത്താഴ പൂജ നടക്കുന്നുണ്ടാവും എന്നും. അപ്പോൾ കോവിലിൽ വലിയ വലിയ ഒരു മണിനാദം ഒക്കെ അടിക്കും ആ സമയത്ത്. ഈ ഭഗവാന് രാത്രിയുള്ള അത്താഴ പൂജ നടക്കുന്ന സമയം. അപ്പൊ ആ സമയം ഈ ശബ്ദം കേട്ടതും കൂരത്താഴ്വാരുടെ പത്നി വിഷമത്തോടെ മനസ്സിൽ ഇങ്ങനെ കരുതും, എന്താണ്, പെരുമാളെ, നിനക്ക് ദിവസവും 6 നേരം ഒരു കുറവുമില്ലാതെ ധാരാളം ഭോജ്യങ്ങൾ ഓരോ ദിവസവും വിശിഷ്ടങ്ങളായ വ്യത്യസ്തങ്ങളായ അതിമധുരങ്ങളും അല്ലാതെ പൊരിച്ചത്, വച്ചത്, ഇങ്ങനെ പല രീതിയിൽ ലിക്വിഡ് ആയിട്ടുള്ളത്, ഡ്രൈ ആയിട്ടുള്ളത്, ഡ്രൈ ഫ്രൂട്ട്സ്, സാധാരണ ഫ്രൂട്ട്സ്, മധുരങ്ങള്, എരിവുള്ള ഐറ്റങ്ങള്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഹാരം അങ്ങേക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങേ ഇവിടെ എന്താ നടക്കണം? നിന്റെ ഭക്തൻ ഇവിടെ ആ, വെറുതെ പട്ടിണി കിടക്കുകയാണ്. ഏ, നിങ്ങൾക്ക് 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 സന്തോഷമായോ എന്ന് ആര് ചിന്തിക്കും? ഈ കുരത്താഴ്വാരുടെ ഭാര്യ ചിന്തിക്കും. കുരത്താഴ്വാരുടെ ഭാര്യ അത്ര വലിയ ഭക്തി ആയിരുന്നില്ല. അപ്പോ ഇതറിഞ്ഞ ഭഗവാന് എല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ പരമാത്മാവായിട്ട്. അതുകൊണ്ട് ഭഗവാൻ ഇതറിയും. ഭഗവാൻ മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാവും. ചേട്ടാ, എൻ്റെ ഭക്തൻ ഇങ്ങനെ വെള്ളം കുടിച്ച് കിടപ്പാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? അദ്ദേഹം ക്ഷേത്ര പൂജാരിയോടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, നീ ഇന്ന് ആ, എനിക്ക് സമർപ്പിച്ച ശർക്കര പൊങ്കൽ മുഴുവൻ ആർക്ക് കൊണ്ട് കൊടുക്കണം? കൂരത്താഴ്വാർക്ക് കൊണ്ട് കൊടുക്കണം. അങ്ങനെ ആ പെരുമഴയിൽ ഓലക്കുടയിൽ ചൂടി പ്രധാന പൂജാരി, അദ്ദേഹത്തിന്റെ പേര് ഉത്തമ നമ്പി എന്നാണ്, അദ്ദേഹം പ്രസാദവുമായിട്ട് ആരുടെ വീട്ടിലെത്തി? കൂരത്താഴ്വാരുടെ വീട്ടിലെത്തി. അപ്പോ പുരത്താഴ്വാരുടെ ഭാര്യ നോക്കുമ്പോൾ പൂജാരി വന്ന് കൊടയും ചൂടി കയ്യിലൊരു വലിയ ചരുവത്തിൽ പാത്രത്തിൽ എന്തോ കൊണ്ടുവന്ന് നിൽക്കുന്നു. അപ്പോ അവര് ഭർത്താവിനെ വിളിക്കുന്നതാ, അമ്പലത്തിൽ നിന്ന് പൂജാരി വന്ന് നിൽക്കുന്നു, നിങ്ങളെ കാണണം എന്ന് വേണ്ടി എന്ന് പറയും. അങ്ങനെ പൂരത്താഴ്വാര് പുറത്തു വന്നു ചോദിക്കും, എന്താണ് എന്ന് ചോദിക്കും. അപ്പോ പറയും, ഇങ്ങനെ ഭഗവാൻ ഇതിവിടെ തരാൻ പറഞ്ഞിരുന്നു, ഇതങ്ങ് സ്വീകരിക്കണം എന്ന് പൂജാരി പറയും. അപ്പോൾ കുരുത്താഴ്വാര് അതിശയത്തോടു കൂടി ആരെ നോക്കും? പത്നിയെ നോക്കും. അപ്പോ പത്നി താഴേക്ക് നോക്കും. അപ്പം ചോദിക്കും, നീ എന്തെങ്കിലും എൻ്റെ ഭഗവാനോട് ആവശ്യപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ പത്നി അറിയാതെ ഈ ഉള്ളതെല്ലാം തുറന്നു പറയും, ഞാൻ ഇങ്ങനെ അങ്ങ് പട്ടിണി കിടക്കണ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഭഗവാനോട്, നിന്റെ ഭക്തന്റെ അവിടെ ഇങ്ങനെ 3 ദിവസമായിട്ട് ഒന്നും കഴിക്കാണ്ട് വെള്ളം കുടിച്ച് കിടക്കുന്നത് അങ്ങ് കണ്ടില്ലെന്ന് ഞാൻ ചോദിച്ചു, ശരി തന്നെ എന്ന് പറയും. ഓ, കുരത്താടുകാർ പറയും, നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ലോകത്തിലെ എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്ന ഭഗവാൻ നമ്മെ മറക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഭഗവാൻ എല്ലാ സകല ചരാചരങ്ങൾക്കും അതിന് വേണ്ട ആവശ്യമുള്ള ആഹാരങ്ങൾ എല്ലാം അവര് എന്തെങ്കിലും ചെയ്തിട്ടാണോ? പക്ഷികൾക്ക് ആയിക്കോട്ടെ, പറവകൾക്ക്, പാമ്പുകൾക്ക്, പശുക്കൾക്ക്, എല്ലാത്തിനും വേണ്ടത് എല്ലാം ഭഗവാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടതും സമയത്തിന് ഭഗവാൻ തരും.
അതിന് നീ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ നീ ഇങ്ങനെ ഭഗവാനെ ഈ രീതിയിൽ സംശയിച്ചതും ഭഗവാനോട് ഇങ്ങനെ ചിന്തിച്ചതും ഒക്കെ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. തന്റെ മക്കളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഭഗവാൻ അറിയാതിരിക്കുമോ? ആർക്ക് എപ്പോൾ എന്ത് കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണ്, അങ്ങനെയുള്ള ആളല്ലേ ഭഗവാൻ. എന്തിനാണ് നീ ഇങ്ങനെ ചോദിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അദ്ദേഹം ഇങ്ങോട്ട് ഇത് കൊടുത്തയച്ചത് എന്ന് പറയും. അപ്പൊ അവര് വല്ലാതെ വിഷമിക്കും. ചേട്ടാ, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് ആർക്ക് തോന്നും? പുരത്താழ்വാരുടെ ഭാര്യയ്ക്ക് തോന്നും. അപ്പോ അതിനാൽ മേലിൽ നീ ഭഗവാനോട് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ചോദിക്കരുത്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാനസികമായിട്ട് നമ്മൾ ഭഗവാൻ അങ്ങോട്ട് വേണം സേവ ചെയ്യാൻ, അല്ലെ ഭഗവാനെ കൊണ്ട് നമ്മളെ സേവ ചെയ്യിപ്പിക്കരുത് എന്ന് ആര് പറയും? പുരത്താழ்വാർ പറയും. എന്തായാലും ആ പ്രസാദം രണ്ടുപേരും വളരെ 3 ദിവസമായിട്ട് ഒന്നും കഴിക്കാത്തത് കൊണ്ട് സുന്ദരമായി ആസ്വദിച്ചു. വയറ് വീർക്കെ കഴിക്കാനുണ്ടായിരുന്നു, കഴിച്ചു. അതോടുകൂടി പൂരത്താഴ്വാരുടെ ഭാര്യ ഗർഭം ധരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പൂരത്താഴ്വാർ ആണ്ടാൾ ദമ്പതിമാർക്ക്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആണ്ടാൾ. ആണ്ടാൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ദേവിയെയും ആണ്ടാളെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആണ്ടാള് ശരിക്കും ഈ കലിയുഗത്തില് ആൾവാർമാരിൽ ഒരാളായിട്ട് അവതരിക്കുന്നുണ്ട്. നമുക്ക് ആണ്ടാളുടെ കഥ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഈ രാമാനുജാചാര്യരുടെ ചരിത്രമെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആൾവാർമാരുടെ ചരിത്രം എടുത്തുകൊണ്ട് വരാം. അതിൽ നമുക്ക് ഈ പറയുന്ന ആണ്ടാളിനെ പറ്റിയും പറയാം. അപ്പോ ആണ്ടാൾ പക്ഷെ എങ്കിലും ഇദ്ദേഹത്തിന്റെ പത്നിയുടെ പേരും ആണ്ടാളെന്നാണ്. അങ്ങനെ അവർക്ക് 2 മക്കൾ ജനിക്കുന്നു. ആ ആ ആ കുട്ടികൾക്ക് വേദവ്യാസ ഭട്ടർ, പരാശര ഭട്ടർ എന്നീ പേരുകൾ രാമാനുജാചാർ തന്നെ ആശീർവദിച്ച് നൽകുന്നു. അങ്ങനെ യമുനാചാര്യർക്ക് അല്ലെങ്കിൽ ആളവന്താർക്ക് 2ാമത്തെ സത്യം ചെയ്തത് ഈ വിധം രാമാനുജാചാര്യർ പ്രാവർത്തികമാക്കി. ഈ പരാശര ഭട്ടർ എന്താണ് രംഗനാഥന്റെ ഭക്തനാക്കി. കൂടാതെ തന്റെ ചിത്തിയുടെ മകനായ ഗോവിന്ദ ഭട്ടറുടെ ശിഷ്യനുമാക്കി മാറ്റുന്നുണ്ട് രാമാനുജാചാര്യർ. പിൽക്കാലത്ത് പരാശര ഭട്ടരാണ് പിൽക്കാലത്ത് വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം ചമയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂരത്താഴ്വാരുടെ 2ാമത്തെ മകൻ. അങ്ങനെ രാമാനുജാചാര്യർ 3ാമത്തെ സത്യം ചെയ്ത നമ്മാൾവാരുടെ തിരുവായ്മൊഴിക്ക് ഭാഷ്യം എഴുതി നമ്മാൾവാർ പേര് സമ്പ്രദായത്തിന്റെ ഒരു കുട്ടിക്ക് നൽകുമെന്നുള്ള ഒരു സത്യം അദ്ദേഹം ചെയ്തിരുന്നു. അങ്ങനെ തിരുവായ്മൊഴിക്ക് ഭക്തനായ പണ്ഡിതനായ മറ്റൊരാളാൽ ഭാഷ്യം എഴുതിക്കണമെന്നായിരുന്നു രാമാനുജാചാര്യരുടെ ആഗ്രഹം. അങ്ങനെ രാമാനുജാചാര്യരുടെ മാമനായ പെരിയ തിരുമലൈ നമ്പിയുടെ മകനാണ് കുറുകായ് പിരാൻ പിള്ളാൻ. അപ്പോ ഈ ഇദ്ദേഹം മാമന്റെ മകനാണ്. രാമാനുജാചാര്യർ പിൽക്കാലത്ത് ഈ പേര് നൽകിയതാണ്. ഇരുവർക്കും 54 വയസ്സിന്റെ വ്യത്യാസവും ഉണ്ടായിരുന്നു. വളരെ ചെറിയ കുട്ടിയാണ് ആര് ഈ തിരുക്കുറുകായ് പിരാൽ പിള്ളാൻ. മാമനായ പെരിയ തിരുമലൈ നമ്പിയുടെ പുത്രനുമാണ്. അപ്പോ ഈ തിരുക്കുറുകായ് പിരാൽ പിള്ളയ്ക്ക് ചെറുപ്പത്തിലേ രാമാനുജാചാര്യരുടെ വലിയ സ്നേഹവും ബഹുമാനമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു, തിരുപ്പതിയിൽ ഇദ്ദേഹം രാമാനുജാചാര്യരും കൂട്ടരും തിരുപ്പതിയിൽ പോകുന്നു. അങ്ങനെ തിരുമലൈ നമ്പിയിൽ നിന്നും രാമായണത്തെക്കുറിച്ച് പഠിക്കുന്നു. രാമായണത്തിന് ആ രഹസ്യാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ മാമനായ തിരുമലൈ നമ്പിയിൽ നിന്നും തിരിച്ചു പോരാൻ നേരത്ത് ഈ തിരുക്കുറായി പിരാൻ പിള്ളയെ എന്ന് പറഞ്ഞാൽ ഈ പെരിയ തിരുമലൈ നമ്പിയുടെ പുത്രനായ അല്ലെങ്കിൽ മാമന്റെ മകന്റെ മകനായ ഈ കുറുകായി പിരാൻ പിള്ളയെ രാമാനുജാചാര്യരുടെ കൈകളിലേക്ക് അദ്ദേഹം മാമൻ ഏൽപ്പിച്ചിട്ട് നിന്റെ ശിഷ്യനാക്കിക്കോളണം എന്ന് പറഞ്ഞ് രാമാനുജാചാര്യരുടെ ശിഷ്യനാക്കി. മാമന്റെ മകനെ അദ്ദേഹത്തിന്റെ കൂടെ ശ്രീരംഗത്തേക്ക് അയച്ചു. അതിനുശേഷം രാമാനുജാചാര്യൽ നിന്നും 4000 ദിവ്യ പ്രബന്ധ തത്വങ്ങള്, ശ്രീഭാഷ്യം മുതലായവയെല്ലാം ഈ കുട്ടി കൊച്ചുകുട്ടിയായ തിരുക്കുറുകായ് പിരാൽപിള്ള മാമന്റെ മകൻ എല്ലാം പഠിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ തിരുക്കുറുകായ് പിരാൻപിള്ളയോട് ഭഗവാൻ എല്ലായിടത്തും ഉണ്ടോ എന്ന്, അതോ വിഗ്രഹത്തിൽ മാത്രമാണോ ഉള്ളത് എന്ന് ഒരാള് ചോദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം രാമാനുജാചാര്യർ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ജനലിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോ ഈ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ മാമന്റെ മകനായ തിരുക്കുറുകായ് പിരാൻപിള്ള ചോദിച്ച ആളോട് പറയും,
ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ സേവനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കാൻ വേണ്ടി വിഗ്രഹത്തിലേക്ക് വരുന്നു. ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ കാറ്റ് പോലെ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സേവനം സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ വിഗ്രഹ രൂപത്തിലും വരുന്നു എന്ന് ആര് പറയുന്നു? ഈ മാമന്റെ പുത്രനായ തിരുക്കുറുകായി പിരാൻപിള്ള പറയുന്നത് രാമാനുജാചാര്യർ ശ്രദ്ധിച്ച് കേട്ടു. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ കൊച്ചു കുട്ടിയായിട്ട് പോലും ആ ഭഗവാനിൽ എന്ത് വിശ്വാസം, അടിയുറച്ച വിശ്വാസം. ആ പാസുരങ്ങളിൽ ആൾവാർ പാസുരങ്ങളിലൊക്കെ എന്ന് കൊള്ളാം, നല്ല മിടുക്കൻ തന്നെ എന്നൊക്കെ രാമാനുജാചാര്യർ ചിന്തിക്കും. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ രാമാനുജാചാര്യർ തന്റെ മഠത്തിൽ ഇരിക്കുന്ന സമയത്ത് കഥകടച്ചിട്ട് തന്റെ മുറിയിൽ ഒരു പാസുരം എന്ന് പറഞ്ഞാൽ ഒരു പദ്യം, ഈ 4000 ദിവ്യപ്രബന്ധത്തിൽ നിന്നും ഒരു പദ്യം എടുത്തിട്ട് അത് സ്വയം അദ്ദേഹത്തിനൊന്ന് അഭിനയിച്ച് നോക്കണമെന്ന് തോന്നി. അങ്ങനെ തിരുമാളരൻ ചോലെ അഴകർ കോവിലിനെ പറ്റി നമ്മാൾവാർ പാടിയ പാസുരമാണ് അദ്ദേഹം അതിനു വേണ്ടി എടുത്തത്. അപ്പോൾ അതിൻ്റെ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, നമുക്ക് യുവത്വവും ആരോഗ്യവും ഉള്ളപ്പോൾ എല്ലാ കോവിലുകളിലും പോയിട്ട് പെരുമാളെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ദർശിക്കണമെന്നും, വയസ്സായാൽ നമുക്ക് അതിന് കഴിയില്ല, നമ്മുടെ കാലനക്കാൻ പറ്റില്ല, കാലിൽ കോച്ച് കൊളുത്ത്, മുട്ടുവേദന, ചിരട്ട മാറ്റി വയ്ക്കൽ, ഇങ്ങനെ പല പല ഷുഗർ കയറി ഒരു മന്ദിപ്പ്, ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉള്ള സമയത്ത്, നല്ല സമയത്ത്, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എല്ലാ ഭഗവാന്റെ അമ്പലങ്ങളിലൊക്കെ ദർശനം എടുക്കണം, ഭഗവാന് തന്നാൽ കഴിയുന്ന സേവനങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്നൊക്കെയുള്ള ആ ഒരു അർത്ഥം വരുന്ന ഒരു ശ്ലോകമാണ് ഇദ്ദേഹം അതിനു വേണ്ടി എടുത്തത്. അപ്പോൾ ഭഗവാനെ സേവിക്കാൻ പോകുമ്പോൾ എന്ത് പറ്റും? ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പോൾ തടസ്സങ്ങളൊക്കെ അതിൽ സർപ്പങ്ങളായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സർപ്പങ്ങളായിട്ട് വർണ്ണിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അത് സ്വയം അഭിനയിച്ച് നോക്കുന്ന സമയം തിരുമാളരും ചോലെ പെരുമാളെ നോക്കിയിട്ട് 2 അടി വയ്ക്കുന്നു. പെട്ടെന്ന് ഒരു സർപ്പം മുന്നിലേക്ക് വരുന്നത് പോലെ കണ്ട് പേടിച്ച് പിറകിലേക്ക് 2 അടി പിറകിലോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഒരു അഭിനയം അദ്ദേഹം സ്വയം ചെയ്തു നോക്കുകയായിരുന്നു ആര്യ രാമാനുജാചാര്യർ. ഈ സമയത്ത് പുറത്ത് തിരുക്കുറുകായി പിരാൻ പിള്ള താക്കോൽ ദ്വാരം വഴി അകത്ത് എന്താണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ രാമാനുജാചാര്യർ ഇത് അഭിനയിച്ച് പുറത്ത് വരുന്നതായി ഒരേ സമയത്ത് നടക്കണം. അപ്പോ അങ്ങ് തിരുമാളരൻ ചോലെ പാസുരത്തെ പറ്റിയല്ലേ അഭിനയിച്ചതെന്ന് ആര് ചോദിക്കുന്നു? ഈ മാമന്റെ മകനായ തിരുക്കുറുകായി പിരാൻ പിള്ള ചോദിച്ചു. ഇത് കേട്ട് രാമാനുജാചാര്യർക്ക് വളരെ അതിശയം ഉണ്ടായി. കാരണം ഇത്ര ഒരു നൃത്തത്തിന്റെ ആ ഒരു അഭിനയം വെച്ച് അത് 4000 ദിവ്യപ്രബന്ധം, 4000 ദിവ്യപ്രബന്ധമാണ്. അപ്പൊ ഒന്നും രണ്ടും അല്ല, അതിൽ ഏത് പദ്യമാണ് അദ്ദേഹം എടുത്തതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവം ഈ കൊച്ചു കുട്ടിക്ക് ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് അതിശയം തോന്നിപ്പോയി. ഉടനെ തിരുക്കുറായി പിരാൻ പിള്ളയോട് നമ്മാൾവാർ എഴുതിയ തിരുവായ്മൊഴിക്ക് നീ തന്നെ ഭാഷ്യം എഴുതണമെന്ന് രാമാനുജാചാര്യർ പറയുന്നു. അങ്ങനെ തന്റെ മാനസിക പുത്രനായിട്ടാണ് അദ്ദേഹം മാമന്റെ മകനായ തിരുക്കുറുകായി പിരാൻ പിള്ളയെ കണ്ടത്. അങ്ങനെ 6000 പടി 6000 പദ്യങ്ങൾക്ക് വ്യാഖ്യാനം എഴുതി. തിരുവായ്മൊഴിക്ക് 32 പദ്യങ്ങൾ വെച്ച് 6000 × 32, അപ്പോൾ 1,92,000 പദ്യങ്ങളാണ് ആര് എഴുതിയത്? ഈ മാമന്റെ മകനായ തിരുക്കുറുകായി പിരാൻ പിള്ള എന്ന, എന്താ പറയാ, പുലി. അദ്ദേഹം അത്ര സ്മാർട്ടാണ് ആ കൊച്ചുകുട്ടി. അങ്ങനെ അദ്ദേഹമാണ് ഈ പറയുന്ന തിരുവായ്മൊഴിക്ക് ഭാഷ്യം രചിക്കുന്നത്. അങ്ങനെ ആ ഭാഷ്യത്തെ തിരുവാരായിരപ്പടി ഗ്രന്ഥം എന്ന് പേരുണ്ട്. ഈ ഗ്രന്ഥത്തെ റെഫറൻസ് വെച്ചാണ് നിറയെ ആൾക്കാർ പിന്നീട് പിൽക്കാലത്ത് തിരുവായ്മൊഴിക്ക് നിറയെ വ്യത്യസ്തങ്ങളായ ഭാഷ്യങ്ങളൊക്കെ എഴുതിയത്. അങ്ങനെ തൻ്റെ ചിത്തിയുടെ മകനായ ഗോവിന്ദ ഭട്ടരുടെ തമ്പി എന്ന് പറഞ്ഞാൽ അനുജൻ, ഗോവിന്ദ ഭട്ടർക്ക് ഒരു അനുജനുണ്ട്. തമ്പി ഒരു കുഞ്ഞുണ്ടായി. ആ കുട്ടിക്ക് പരാങ്കുശം നമ്പി എന്ന പേരിട്ടു. അങ്ങനെ അത് നമ്മാൾവാരുടെ പേരാണ്. അങ്ങനെ അദ്ദേഹം സത്യം ചെയ്തതിൽ രണ്ടാമത്തെ കാര്യവും അങ്ങനെ പ്രാവർത്തികമാക്കി. അപ്പം എന്തുപറ്റി? സാളവന്താർക്ക് കൊടുത്ത അല്ലെങ്കിൽ യമുനാചാര്യർ കൊടുത്ത വാഗ്ദാനങ്ങൾ അങ്ങനെ നിറവേറ്റി, പൂർണ്ണമായിട്ട് അദ്ദേഹം നിറവേറ്റി. രാമാനുജാചാര്യർ ഭാരതദേശത്തെ പല സ്ഥലങ്ങളിലും ദിഗ്വിജയം നടത്തി. പിൽക്കാലത്ത് വൈഷ്ണവ തത്വമായ വിശിഷ്ടാദ്വൈതം വളരെ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചു. അത് പല സ്ഥലങ്ങളിലും മഠങ്ങൾ സ്ഥാപിച്ചു. കൂടാതെ വേദാന്ത ദീപം, നിത്യഗ്രന്ഥം എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു.
വേദാന്ത ദീപം ബ്രഹ്മസൂത്രത്തിന്റെ ചുരുക്കെഴുത്തും നിത്യഗ്രന്ഥം നമ്മൾ ദിവസവും ഭഗവാന് ചെയ്യേണ്ട പൂജാരീതികളും ചടങ്ങുകളും വിവരിക്കുന്ന ഗ്രന്ഥമാണ്. മൊത്തം 9 ഗ്രന്ഥങ്ങളാണ് രാമാനുജാചാര്യർ എഴുതിയിട്ടുള്ളത്. അതിൽ വേദാന്ത സാരം, 2 ഗതിത്രയം എന്ന് പറയുമ്പോൾ 3 ഗ്രന്ഥങ്ങളാണ്. ശരണാഗതി ഗദ്യം, ശ്രീരംഗ ഗദ്യം, വൈകുണ്ഠ ഗദ്യം, 3 അങ്ങനെ 3 അപ്പൊ മൊത്തം ടോട്ടൽ 4. പിന്നെ ഇത് കൂടാതെ വേദാന്ത സംഗ്രഹം 5, ഗീതാഭാഷ്യം 6, ശ്രീഭാഷ്യം 7, വേദാന്ത ദീപം 8, നിത്യഗ്രന്ഥം 9. അങ്ങനെ 9 ഗ്രന്ഥങ്ങൾ രാമാനുജാചാര്യർ രചിച്ചു. രാമാനുജാചാര്യരുടെ പ്രധാന ശിഷ്യന്മാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ രാമാനുജാചാര്യരുടെ മൂത്ത സഹോദരിയുടെ പുത്രനായ മുതലയാണ്ടാൻ, രാമാനുജാചാര്യരുടെ രണ്ടാമത്തെ സഹോദരി പുത്രൻ നാടാത്തൂർ ആൾവാർ, മൂന്നാമത്തേത് കൂരത്താൾവാർ, പിന്നീട് ആദ്യ ഗുരുവും പിന്നീട് ശിഷ്യനുമായ യാദവ പ്രകാശ്, ചിത്തിയുടെ മകനായ ഗോവിന്ദ ഭട്ടർ അല്ലെങ്കിൽ എംബാൻ, മടപ്പള്ളി കൈകാര്യം ചെയ്യുന്ന കിടാമ്പി ആച്ചാൻ, 18 പ്രാവശ്യം വാദപ്രതിവാദം നടത്തിയ യജ്ഞമൂർത്തി, തിരുപ്പതി ശ്രീനിവാസന് പൂന്തോട്ടവും കുളവും നിർമ്മിച്ച അനന്താൾവാർ, തിരുപ്പതിയിലെ തന്നെ രാജാവായിരുന്ന രാജാ വിട്ടലദേവൻ, പിന്നെ മാമനും 5ാം ഗുരുവായ പെരിയ തിരുമലൈ നമ്പിയുടെ പുത്രനായ തിരുകുറുകായ പിരാൻപിള്ള. ഇങ്ങനെ പ്രധാനമായിട്ട് ലോകരറിയുന്നത് 10 പേരാണ്. പിന്നെ ഇത് കൂടാതെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ശിഷ്യന്മാര് രാമാനുജാചാര്യർക്ക് ഉണ്ടായിരുന്നു. രാമാനുജാചാര്യ ശ്രീരംഗത്ത് താമസിക്കുന്ന കാലം രാമാനുജാചാര്യരുടെ ഗുരു പെരിയ നമ്പി അദ്ദേഹം യമുനാചാര്യരുടെ ശിഷ്യനായിരുന്നു. അങ്ങനെ ധാരാളം ശിഷ്യന്മാരുള്ളതിൽ ഒരാളാണ് പെരിയ നമ്പി. പെരിയ നമ്പി ഈ രാമാനുജാചാര്യരുടെ ഗുരുവാണ്. അപ്പോ പെരിയ നമ്പി, തിരുക്കൊസ്തി നമ്പി, തിരുമാളയാണ്ടാൻ, പെരിയ തിരുമലൈ നമ്പി, തിരുവരംഗ പെരുമാളരയൻ, ഇങ്ങനെ ധാരാളം ഗുരുക്കന്മാരും ആർക്കുണ്ട്? രാമാനുജാചാര്യർക്കുണ്ട്. ഇവരെല്ലാം വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് രാമാനുജാചാര്യർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചത്. അങ്ങനെ ഇവരെ കൂടാതെ മാരനേരി നമ്പി എന്നൊരു ശിഷ്യനും ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഈ പറയുന്ന അളവന്താർക്കുണ്ടായിരുന്നു. എന്നാൽ താഴ്ന്ന കുലത്തിൽ പറഞ്ഞ ആളായിരുന്നു ആര്? ഈ പറയുന്ന മാരനേരി നമ്പി. അപ്പൊ മാരനേരി നമ്പിയും രാമാനുജാചാര്യരുടെ ഗുരുവായ പെരിയ നമ്പിയും സഹപാഠികൾ, ക്ലാസ്മേറ്റ്സ് ആണ്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമാണ്. അപ്പോ കാലം കടന്നുപോയി. മാരനേരി നമ്പി സുഖമില്ലാതെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ശയ്യയിൽ കിടക്കുന്ന സമയത്ത് തന്റെ സഹപാഠിയായ പെരിയ നമ്പി അദ്ദേഹത്തിനെ കാണാൻ പോകുന്നു. അങ്ങനെ പെരിയ നമ്പിയെ കണ്ടപ്പോൾ കണ്ണീർ കൂടി ഇങ്ങനെ കണ്ണീരൊക്കെ വന്ന് കരഞ്ഞ്, നിന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നീ എന്തായാലും എന്നെ മറക്കാതെ വന്നല്ലോ എന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ പരസ്പരം വളരെ സന്തോഷം കൈമാറി. അങ്ങനെ പെരിയ നമ്പിയെ കണ്ട ഉടൻ തന്നെ മാരനേരി പറയും, ഞാൻ ഇനി അധികകാലം ഈ ഭൂമിയിൽ ഉണ്ടാകില്ല, എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്നാൽ എൻ്റെ കുടുംബക്കാർക്കൊന്നും ഭക്തിയില്ല, അവർക്ക് ഇതിലൊന്നും വിശ്വാസവുമില്ല. എൻ്റെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ യമുനാചാര്യരുടെ സ്വത്തായ ഈ ശരീരം ശരിയായ രീതിയിൽ ആചാരങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ തോന്നുംപടി അവർ എൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കതിൽ വലിയ വിഷമമുണ്ട്. അതിനാൽ അങ്ങക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങയുടെ അവരുടെ കയ്യിൽ കൊടുക്കാതെ അങ്ങ് തന്നെ എൻ്റെ മരണാനന്തര സംസ്കാര ചടങ്ങുകൾ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം പെരിയ നമ്പി എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. ഈ മാരനേരി നമ്പി എന്ന് പറഞ്ഞാൽ വളരെ ശൂദ്രനാണ്, ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു എന്താ പറയാ, ഗോഡ് ബ്രദർ. അപ്പോ പെരിയ നമ്പി ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനാണ്. മാരനേരി നമ്പി പറഞ്ഞ പ്രകാരം മരണശേഷം അദ്ദേഹത്തിന്റെ പെരിയ നമ്പിക്ക് ജാതി ചിന്തയില്ല. രാമാനുജാചാര്യരെ പോലെ തന്നെയാണ്, അദ്ദേഹത്തിന് ജാതി ചിന്തയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? മാരനേരി പറഞ്ഞ ആ പ്രകാരം തന്നെ ഒട്ടും ജാതി ചിന്തയില്ലാതെ ആചാരങ്ങളൊന്നും നോക്കാതെ പെരിയ നമ്പി മാരനേരിയുടെ സംസ്കാര ചടങ്ങ് എല്ലാം നല്ല രീതിയിൽ നടത്തി ചിതയ്ക്ക് തീയെല്ലാം കൊളുത്തി. അപ്പോൾ എന്താണ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഭയങ്കര ജാതി ചിന്തയൊക്കെ കൊടികുത്തി വാണ സമയത്താണെന്ന് ആലോചിക്കണം. അപ്പൊ രണ്ടു കൂട്ടരും ഈ താഴ്ന്ന ജാതിയിലുള്ളവരെല്ലാം അതിശയത്തോടു കൂടി ഇത് കണ്ടു നിന്നു. അതേസമയം ബ്രാഹ്മണരെല്ലാം ദേഷ്യത്തോടു കൂടി ഇത് കണ്ടു നിന്നു. കാരണം ഒരു ബ്രാഹ്മണൻ ഒരു ശൂദ്രന്റെ സംസ്കാരം നടത്തുന്നു, ഒരിക്കലും ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റാത്ത ഒരു കാര്യമാണ്.
ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിതയിൽ തീയെല്ലാം കൊളുത്തി അദ്ദേഹം പോയി കാവേരിയിൽ കുളിച്ചിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് വന്നു. ആൾക്കാരെല്ലാം ദേഷ്യത്തോടു കൂടി അദ്ദേഹത്തിനെ നോക്കി നിന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ജാതി ചിന്തയൊക്കെ വളരെ ക്രൂരമായ രീതിയിലൂടെ ഉണ്ടായിരുന്ന കാലത്താണ്. പ്രത്യേകിച്ച് ഇന്നും തമിഴ്നാട്ടിലെ ചില ഉൾഗ്രാമങ്ങളിലെല്ലാം അതികഠിനമായ ജാതി ചിന്ത ഇപ്പോഴും വച്ചു പുലർത്തുന്ന വളരെ തരം താഴ്ന്ന മനുഷ്യരൊക്കെ ഉള്ള കാലം ഇന്നും ഈ 22-ാം നൂറ്റാണ്ടിലും ഉണ്ട്. അപ്പോഴാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്താണ്, ബ്രാഹ്മണർക്കൊക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടായി. അവരെന്ത് ചെയ്യുന്നു? അവരെല്ലാവരും രാമാനുജാചാര്യരുടെ അടുത്ത് ഒരു സംഘമായിട്ട് വന്നിട്ട് പറയും, നിങ്ങൾ വലിയ വേദപണ്ഡിതനും നമ്മുടെ സംസ്കാരത്തെയും ശാസ്ത്രത്തെയും സംരക്ഷിക്കുന്ന ലോകത്തെ തന്നെ നയിക്കുന്ന ഗുരുവൊക്കെ അല്ലേ? അങ്ങനെ നിങ്ങളുടെ ഗുരു കാണിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ആ ഗുരു ഒരു ശൂദ്രന്റെ സംസ്കാര ചടങ്ങൊക്കെ നടത്തിയിട്ട് നടക്കുന്ന ആളാണ്. ഒരു ബ്രാഹ്മണൻ ഇങ്ങനെയൊക്കെ പോകാമോ? ഇങ്ങനെ ചെയ്യാമോ? ഇത് നമ്മുടെ ആചാരത്തിനൊക്കെ വിരുദ്ധമല്ലേ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമാനുജാചാര്യരുടെ മുമ്പിൽ ഇവരെല്ലാം വന്നിട്ട് ഭയങ്കര ബഹളം. ഇപ്പൊ രാമാനുജാചാര്യര് പറയും, നിങ്ങൾ ശാന്തരായിരിക്കൂ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാം, ഗുരുവിന്റെ അടുത്ത് തന്നെ ചോദിക്കാം, നമുക്ക് നേരിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും അതിന്റെ ഉത്തരം രാമാനുജർക്ക് അതിന് ഉത്തരം കൊടുക്കാൻ അറിയാം. പക്ഷെ പെരിയ നമ്പിയിൽ നിന്ന് തന്നെ അതിന്റെ യഥാർത്ഥ ഉത്തരം അവർക്ക് ലഭിക്കണം എന്നുള്ള ചിന്തയോടെ നമുക്ക് എല്ലാവർക്കും പെരിയ നമ്പിയോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ കൂട്ടി നേരെ പെരിയ നമ്പിയുടെ വീട്ടിലേക്ക് നടന്നു. പെരിയ നമ്പി നോക്കിയപ്പോൾ ഒരു പറ്റ ആൾക്കാർ 10,000 പേരിങ്ങനെ രാമാനുജാചാര്യരുടെ പിറകിൽ അവരിങ്ങനെ വരുന്നു. എല്ലാവരും ഇവിടെ വന്നു. എന്തു പറ്റി രാമാനുജ എന്ന് പെരിയ നമ്പി ചോദിച്ചു. അപ്പോ പറയും, ഇവർക്കെല്ലാം വലിയ വിഷമമുണ്ട്, ഇവർക്കെല്ലാം വലിയ പരാതിയുണ്ട്. എന്ത് പരാതി? അത് അങ്ങ് അങ്ങ് ഈ പറയുന്ന ജാതി വ്യവസ്ഥയൊന്നും നോക്കാതെ ഒരു ശൂദ്രന്റെ ചടങ്ങ്, അത് മരണാനന്തര ചടങ്ങ് നടത്തിയത് ഒട്ടും ശരിയായില്ല എന്നാണ് ഇവർ പറയുന്നത് എന്ന് പറയും. അപ്പോ രാമാനുജാചാര്യരുടെ അടുത്ത് പെരിയ നമ്പി പറയും, ഞാൻ അതിനെന്ത് തെറ്റാണ് ചെയ്തത്? ജാതി എന്ത് ജാതിയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്? ഇവര് പറയുന്ന ജാതി ശാസ്ത്രത്തിൽ ഇല്ലല്ലോ. ജനിച്ച് വീഴുന്ന വയറിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരാളുടെ ജാതി. ഭഗവാൻ എന്താ ഗീതയിൽ പറയുന്നത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശ. ഒരാളുടെ ഗുണവും കർമ്മവും സ്വഭാവവും അനുസരിച്ചല്ലേ. അപ്പോൾ അവിടെ എവിടെയാണ് ജനിച്ച വേറെ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഇവർക്ക് അത് ഭയങ്കര അധികം ഫീൽ ചെയ്തു. ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഒരു വിഷമം അവർക്കുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ മാരനേരി നമ്പിക്ക് മരണാനന്തര ചടങ്ങ് നടത്തിയതിൽ ഇവർക്ക് എന്ത് കുറച്ചിലാണുള്ളത്? അദ്ദേഹം മനുഷ്യനല്ലേ, അദ്ദേഹം വൈഷ്ണവനല്ലേ, വൈഷ്ണവർക്ക് ജാതി ചിന്ത പാടുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ടും അവർക്ക് ആർക്കും അതൃപ്തിയാവില്ല. അപ്പോ പറയും, പെരിയ നമ്പി പറയും, രാമാനുജാചാര്യ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീയെങ്കിലും മറുപടി പറയണം. വേറൊന്നുമല്ല, ജഡായു എന്ന കഴുകന് ശ്രീരാമൻ എന്ന രാജാവ് മരണാനന്തര ചടങ്ങ് നടത്തി. ഞാൻ രാമനേക്കാൾ ഉയർന്നവനാണോ? അതല്ല, ജഡായുവിനേക്കാൾ താഴ്ന്നവനാണോ മാരിനമ്പി? ഇനി ഒരു അടുത്ത ചോദ്യം പറയാം. മഹാഭാരതത്തില് ധർമ്മപുത്രര് അല്ലെങ്കിൽ യുധിഷ്ഠിരൻ ദാസീപുത്രനായ തൻ്റെ ചെറിയച്ഛനായ വിതുരർക്ക് മരണാനന്തര കർമ്മം നടത്തി. ഞാൻ യുധിഷ്ഠിരനേക്കാൾ ഉയർന്നവനോ, വിതുരർ അല്ലെങ്കിൽ നമ്മുടെ മാരനേരി നമ്പി വിതുരനേക്കാൾ താഴ്ന്നവനോ ആണോ? എനിക്ക് ഇതിന്റെ ഉത്തരം നീ താ. ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നീയെങ്കിലും ഇതിന്റെ ഉത്തരം പറ എന്ന് ആര് പറയും? പെരിയ നമ്പി പറയും. അപ്പോ രാമാനുജാചാര്യർ പറയും, തീർച്ചയായിട്ടും അങ്ങ് പറയുന്നത് വളരെ സത്യമാണ്. പക്ഷെ എനിക്കതറിയാം, പക്ഷെ ഇവർക്കാണ് അത് അറിയില്ലാത്തത്. അങ്ങയുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ അവർക്ക് യഥാർത്ഥ ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവരെ കൊണ്ടുവന്നത്. അങ്ങേക്കറിയാമല്ലോ, എനിക്ക് അങ്ങനെ ഒരു ജാതി ചിന്തയില്ലെന്ന്. എൻ്റെ എത്രയോ ശിഷ്യന്മാര് ജാതിയിൽ കുറഞ്ഞവരാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഇവർക്ക് അങ്ങയുടെ നാവിൽ നിന്ന് തന്നെ അതിന്റെ സത്യം മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്
ജാതിയിൽ ആരും ഉയർന്നവരോ താഴ്ന്നവരോ ആകുന്നില്ല, എല്ലാവരും സമന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെരിയ നമ്പിയുടെ പാദത്തിൽ രാമാനുജാചാര്യ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇത് കണ്ടപ്പോൾ വന്ന ബ്രാഹ്മണരെല്ലാം ചമ്മി നാറി. അവരും പിന്നെ പെരിയ നമ്പിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പോയി. എന്തായാലും 1008 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സാമുദായിക പരിവർത്തനം നടത്തിയ നവോത്ഥാന നായകൻ കൂടിയാണ് രാമാനുജാചാര്യർ. ഇതുപോലെ മറ്റൊരു സാമൂഹ്യ പരിവർത്തനം നടത്തിയ ഒരു ഇൻസിഡന്റ് കൂടിയുണ്ട്. ഒരു ദിവസം രാമാനുജാചാര്യർ ഇങ്ങനെ കുളിക്കാനായിട്ട് കാവേരി പുഴയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ചിത്തിയുടെ മകനായ മുതലയാണ്ടാന്റെ കൈയും പിടിച്ച് ഇങ്ങനെ കാവേരിയിൽ കുളിച്ച് തിരികെ വരുന്ന സമയത്ത് ഉരങ്കാവലിദാസൻ, പിള്ളൈ ഉരങ്കാവലിദാസൻ, അദ്ദേഹത്തിന് ധനുദാസ് എന്ന് പിൽക്കാലത്ത് രാമാനുജാചാര്യർ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് പേരിട്ടിട്ടുണ്ട്. ആദ്യത്തെ പേര് ഉരങ്കാവലി ദാസൻ. അദ്ദേഹം ആ സമയത്ത് അന്ധനായിരുന്നു. അപ്പോൾ മുൻകാലത്ത് അദ്ദേഹം അന്ധനായിരുന്നില്ല. ഈ വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് അന്ധത ബാധിച്ചു. അങ്ങനെ രാമാനുജാചാര്യർ ഇദ്ദേഹത്തിനെ കണ്ടോടൻ തന്നെ ഇദ്ദേഹത്തിനെ കൈ പിടിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുപോയി. അപ്പോൾ ഈ പറയുന്ന ഉരങ്കാവലി ദാസര് അദ്ദേഹം ഉറയൂർ രാജാവിന്റെ ബോഡി ഗാർഡ്, അവിടുത്തെ വീട്ടിൽ, അവിടെ കൊട്ടാരത്തിലെ സേനയിൽപ്പെട്ട ആളായിരുന്നു. ആയോധന കലകളും കളരിപ്പയറ്റ് അടക്കമുള്ള കലകളൊക്കെ പഠിച്ചിട്ടുള്ള നല്ല മെയ്വഴക്കമുള്ള ധീരനായ നല്ല ശാരീരിക പുഷ്ടിയുള്ള ഒരാളായിരുന്നു ആര്? ഉരങ്കാവലി ദാസർ. അപ്പോ പിൽക്കാലത്ത് അദ്ദേഹം രാമാനുജാചാര്യരുടെ ശിഷ്യനായിട്ട് മാറി ശ്രീരംഗത്തിൽ താമസിച്ച് എളിമത്തോടെ ഗുരുഭക്തിയോടെ രാമാനുജാചാര്യെ സേവിച്ച് വന്നവനാണ് ഇദ്ദേഹം. ഇദ്ദേഹം എങ്ങനെ രാമാനുജാചാര്യരുടെ ശിഷ്യനായി എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോ ഇദ്ദേഹം അറിയാലോ, വളരെ നല്ല ശക്തിയുള്ള, ബുദ്ധിയുള്ള, മെയ്വഴക്കമുള്ള ഉറയൂർ രാജാവിന്റെ കൊട്ടാരത്തിലെ കാവൽക്കാരനായിരുന്നു. ഈ ഉറങ്കാവിലി എന്നുള്ള പേര് തന്നെ ഉറങ്ങാത്ത വില്ലാളി എന്നാണ്. ജാഗ്രതയോടെ സേവനം ചെയ്യുന്ന, രാജാവിനെ സേവിക്കുന്ന, രാത്രിയും പകലും ഒക്കെ സേവനം ചെയ്യുന്ന ആൾ എന്നാണ് ആ ഉരങ്കാവലി എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ അദ്ദേഹം സുന്ദരനാണ്, ഉറച്ച ശരീരത്തിന്റെ ഉടമയാണ്, 6 പാക്ക് ബോഡിയൊക്കെയാണ്, നല്ല ബോഡി ബിൽഡറാണ്, നല്ല കാതിരുമ്പിന്റെ കരുത്തുള്ള ശരീരമാണ്. പക്ഷെ തികഞ്ഞ ലൗകികനമാണ്. അദ്ദേഹം ഭക്തനൊന്നും ആയിരുന്നില്ല ചെറുപ്പത്തിൽ. ഈ രാജാ കൊട്ടാരത്തിൽ ജോലിയുള്ള സമയത്തൊക്കെ തികച്ചും ഭൗതികവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി സമയം കഴിഞ്ഞാൽ അദ്ദേഹം നേരെ വേഗം വീട്ടിൽ ചെല്ലും. അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് കടവരാന്തയിൽ നിന്ന് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പതിവൊന്നുമില്ല. നേരെ അദ്ദേഹം വീട്ടിൽ ചെല്ലും, ഭാര്യയുടെ മുന്നിലെത്തും. കാര്യം എന്താണ്? ഭാര്യ അതിസുന്ദരിയാണ്. താഴ്ന്ന ജാതിയാണെങ്കിലും അതിസുന്ദരിയായ സ്ത്രീയാണ്. ആരുടെ ഭാര്യ? ഈ പറയുന്ന ഉരങ്കാവലി ദാസരുടെ ഭാര്യ. അദ്ദേഹത്തിന് ഭാര്യയെ എത്ര കണ്ടാലും കൊതി തീരത്തേയില്ല. ഇങ്ങനെ ഭാര്യയുടെ മുഖത്ത് നോക്കിക്കൊണ്ടേയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആഹാരം കഴിക്കുമ്പോഴും എന്ത് ചെയ്യും. ഇന്നത്തെ പോലെ TV മൊബൈലൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വേറെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യ ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്. ഒരിക്കല് ശ്രീരംഗത്ത് ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയുടെ പേര് പൊണ്ണാച്ചി, വളരെ സുന്ദരിയാണ്, നല്ല ഐശ്വര്യമുള്ള സുന്ദരിയായ സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ സൂര്യപ്രകാശം അടിച്ച് വെളുപ്പൊന്നും ഉള്ള വെളുപ്പിനെ വളരെ സൂക്ഷിക്കണം. കറുത്ത സൂര്യപ്രകാശം അടിച്ചാൽ കറുത്തു പോണെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു ഓലക്കുടയൊക്കെ പിടിച്ച് എന്നിട്ട് മുന്നിൽ നോക്കി നടക്കാതെ ഓലക്കുട ഇങ്ങനെ ചരിച്ച് പിടിച്ച് സൂര്യപ്രകാശം അടിക്കാതെ ചരിച്ച് പിടിച്ചിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കിയാണ് നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ പലരുടെയും ദേഹത്ത് നിന്ന് തട്ടുന്നുണ്ട്, ഓലക്കുട ചെന്ന് തട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആര് കാണുന്നുണ്ട്? യാദൃച്ഛികമായിട്ട് രാമാനുജാചാര്യർ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു പെണ്ണിന്റെ അടിമയെ പോലെ ഇങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ നോക്കി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി. നല്ല ബലിഷ്ഠനായ, നല്ല ശക്തിമാനായ ഒരു യുവാവ് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നടക്കുന്നത് ഇത് നാണം കെട്ട പരിപാടിയാണ്. മുഖത്ത് നോക്കുന്നതൊക്കെ തെറ്റൊന്നുമല്ല, അത് വീട്ടിൽ ഇരുന്ന് നോക്കിയാൽ പോയി. ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ എന്തിനിങ്ങനെ ഇങ്ങനെ നോക്കണം എന്നുള്ള ഒരു ചിന്ത ആർക്ക് വന്നു? രാമാനുജാചാര്യർക്ക് വന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിനെ എങ്ങനെയും ഭഗവാന്റെ ഭക്തനാക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നി. ഭക്തന്മാരുടെ ഉള്ളിൽ എന്തെങ്കിലും തോന്നിയാൽ അവൻ രക്ഷപ്പെട്ടു അതോടുകൂടി. അങ്ങനെ
ഇദ്ദേഹം എന്ത് ചെയ്യും? ഉരങ്കാവിലെ ദാസരെ തന്റെ ശിഷ്യനെ പറഞ്ഞ് വിളിപ്പിക്കും. അപ്പോൾ രാമാനുജാചാര്യ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം അദ്ദേഹം വലിയ ഭക്തനൊന്നും അല്ലെങ്കിൽ രാമാനുജാചാര്യ അന്നത്തെ കാലത്ത് വലിയ ദിവ്യനായ ഒരു സന്യാസിയാണ്, ലോകം മുഴുവൻ അറിയുന്ന ഒരു ആചാര്യനാണ്. അപ്പൊ അദ്ദേഹം തന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഓടി രാമാനുജാചാര്യരുടെ മുന്നിൽ എത്തിയിട്ട് ചോദിക്കും, എന്താണ് അങ്ങ് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കും. അപ്പോ രാമാനുജാചാര്യര് പറയും, നീ എന്തിനാണ്, നിന്റെ ഭാര്യയാണോ അത്? ആ, എന്റെ ഭാര്യയാണ്. അല്ല, നീ എന്താ ഇങ്ങനെ നോക്കി നടക്കണത്? ഭാര്യ നിങ്ങൾ ഇപ്പോഴും വീട്ടിലല്ലേ കഴിയണത്? അതാ ഇങ്ങനെ ഗൾഫിലൊക്കെ പോയിട്ട് വല്ലപ്പോഴേക്കും വരണ ആളൊന്നും അല്ലല്ലോ, നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് കഴിയുന്നില്ല, ഇങ്ങനെ നോക്കി 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 നടക്കണം എന്തിനാണ്? അപ്പോ ഇദ്ദേഹം പറയും, എനിക്ക് എന്റെ ഭാര്യ എത്ര കണ്ടാലും കൊതി തീരില്ല, അത്ര സൗന്ദര്യം, അവരുടെ ആ ഐശ്വര്യം കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം ഇങ്ങനെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അദ്ദേഹം പറയാം, ഇതെല്ലാം പഞ്ചഭൂതം നിർമ്മിതമായിട്ടുള്ള ഒരു വയറിളക്കം വന്നാൽ, ഒരു പനി പിടിച്ചാൽ തീരുന്ന സൗന്ദര്യമേ ഉള്ളൂ. ഇതിൽ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് എൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അത് കാണാൻ എനിക്ക് വല്ലാത്ത സന്തോഷം. അപ്പോ രാമാനുജാചാര്യർ പറയും, ശരി, എന്നാൽ നിനക്ക് ഇത്രയും ഈ ഭൗതികമായ ഈ ഈ കണ്ണും ആ ഭൗതികമായ സൗന്ദര്യവും കണ്ടപ്പോൾ തന്നെ നിനക്ക് ഇത്രയും സന്തോഷമാണെങ്കിൽ, ആത്മീയമായ സൗന്ദര്യം, ആത്മീയമായ ആ കണ്ണുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തായിരിക്കും നിന്റെ ചിന്ത? നീ ഏത് രീതിയിൽ പെരുമാറും എന്ന് ചോദിക്കും. അപ്പോ അങ്ങനെ ഇതിനേക്കാൾ അതിമനോഹരമായ ആത്മീയമായ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഖം സൗന്ദര്യം ഞാൻ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഇതിനെയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ആ സൗന്ദര്യത്തിന് മുന്നിൽ അടിമയാകും എന്ന് ആര് പറയുന്നു? ഉരങ്കാവലി ദാസർ പറഞ്ഞു. അപ്പോ ശരി, എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, എന്നോടൊപ്പം ഇവിടെ വരൂ, ശ്രീരംഗത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ പറഞ്ഞ്, ഞാൻ വരാം, എൻ്റെ ഭാര്യയും കൂടി കൊണ്ടുപോകണം. ശരി, ഭാര്യയും കൂടെ കൊണ്ടുപോയിക്കോളൂ, പക്ഷെ ഇങ്ങനെയുള്ള നോട്ടമൊന്നും ഇനി വേണ്ട, ഇനി അഥവാ നോക്കണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ശ്രീരംഗത്ത് അവിടെ ചെന്നിട്ട് ക്ഷേത്രത്തിന്റെ അവിടെ കൈയും കാലും ഒക്കെ കഴുകി റെഡിയായി നിൽക്ക്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അകത്ത് പോയിട്ട് പൂജാരി അടുത്ത് പറയും, ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, അയാൾക്ക് വേണ്ടി മാത്രം കുറച്ചു നേരം ഭഗവാന്റെ ആ മുഖസൗന്ദര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ ദീപം ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പൂജാരി അടുത്ത് പറയും. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറയും, ഭഗവാനെ, ഞാൻ അങ്ങയുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങേ ആ അങ്ങയുടെ ആ ആത്മീയ സൗന്ദര്യം അവനൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആരെ വിളിക്കും? ഉരങ്കാവലി ദാസരെ വിളിച്ചിട്ട് നേരെ ഉരങ്കാവലി ദാസർ ഓടി വരും. കാരണം വലിയൊരു കാര്യം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓടി വന്നിട്ട് ആ ഭഗവാന്റെ രംഗനാഥന്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. എന്നിട്ട് പൂജാരി അടുത്ത് പറയും, ആള് വന്നിട്ടുണ്ടോ, ഒന്ന് കാണിച്ചു കൊടുക്കൂ ഭഗവാന്റെ ആ സൗന്ദര്യം. അങ്ങനെ ആ ദീപം പൂജാരി ഭഗവാന്റെ ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ തെളിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ താമര ഇതളുകൾ പോലെ ഇങ്ങനെ നെറ്റി വരെ നീണ്ട ഭഗവാന്റെ സുന്ദരമായ മനോഹരമായ ആ നയനങ്ങൾ കണ്ട്, ആ മുഖത്തെ ഐശ്വര്യവും പ്രഭയും സൗന്ദര്യവും എല്ലാം കണ്ട് ഇതാ കിടക്കണം ബോധമറ്റ് ആര് വീഴും? ഈ പറയുന്ന ഉരങ്കാവലി ദാസർ വീണു. അത്ര സൗന്ദര്യം. ഭഗവാനാണെങ്കിലോ, ഭഗവാൻ അന്ന് വരെ കാണിച്ചു കൊടുക്കാത്ത രീതിയിലുള്ള ഒറിജിനൽ സൗന്ദര്യം. എവിടെ? അങ്ങ് വൈകുണ്ഠ ലോകത്ത് എങ്ങനെയാണോ ഭഗവാൻ കഴിയുന്നത്, ആ കന്ദർപ്പ കോടി കമനീയ ആ രൂപം അത് അന്ന് ഇദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹം ആ സൗന്ദര്യത്തിൽ ബോധമറ്റ് വീണു. ആര്? ഉരങ്കാവലി ദാസ. അങ്ങനെ എന്താണ്, ഭഗവാന്റെ ഈ മുഖസൗന്ദര്യവും ഭഗവാന്റെ നീണ്ട നയനവും ഒക്കെ കണ്ട് എന്താണ് ഇദ്ദേഹം രാമാനുജാചാര്യരുടെ ശിഷ്യനായിട്ട് മാറുന്നു. ഭാര്യയും ഇദ്ദേഹത്തിന്റെ രാമാനുജാചാര്യരോടൊപ്പം രാമാനുജാചാര്യരുടെ ശിഷ്യരായിട്ട് അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും വലിയ ഭക്തരായി, വലിയ വിഷ്ണു ഭക്തരായി, വലിയ വൈഷ്ണവ ദമ്പതികളായിട്ട് മാറുന്നു. ധനുദാസൻ എന്ന് അദ്ദേഹത്തിന് രാമാനുജാചാര്യ ദീക്ഷ പേരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശക്തനും പോരാളിയുമായതിനാൽ രാമാനുജാചാര്യർ പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷണ ചുമതല, അദ്ദേഹത്തെ സേവിക്കാനും പ്രൊട്ടക്ഷൻ കൊടുക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വം ഇക്കാലത്ത് ധനുദാസന് നൽകി. രാമാനുജാചാര്യരുടെ കൈപിടിച്ച് നയിക്കുന്ന സേവയും
ധനദാസാണ് നിർവഹിച്ചിരുന്നത്. ധനദാസും ഭാര്യയുടെ പേര് പൊണ്ണാച്ചി. അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവത് സേവയും ഭക്തിപരമായ ജീവിതവും ആചരിച്ചുകൊണ്ട് ജീവിച്ചു. സമ്പത്തിലും സൗന്ദര്യത്തിലും ഒന്നും ആസക്തി ഇല്ലാതെ ഭക്തരെ സേവിച്ചും ഗുരുവിനെ സേവിച്ചും ഭഗവാനെ സേവിച്ചും ദരിദ്രരെ സഹായിച്ചും ആണ് അദ്ദേഹം പിന്നീട് ജീവിച്ചത്. മധുരമൂറുന്ന സംഭാഷണവും ആത്മാർത്ഥമായ ഗുരുവിനോടുള്ള സ്നേഹവും സേവനവും ഒക്കെ ആയിരുന്നു. ഈ ശക്തനാണ്, നല്ല നല്ല ഉറച്ച ശരീരത്തിന്റെ ഉടമയാണ്. അങ്ങനെയുള്ള ഈ പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ഉരങ്കാവലി ദാസർ അല്ലെങ്കിൽ ധനുർദാസ് രാമാനുജാചാര്യരുടെ പ്രിയപ്പെട്ട പ്രധാന ശിഷ്യനായിട്ട് മാറി. കാലക്രമത്തിൽ ചില ശാരീരിക പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് അന്ധത ബാധിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അതിശയിപ്പിക്കുന്ന ഗുരുഭക്തിയും മാധുര്യവും എളിമത്വവുമുള്ള സംസാരവും ഒക്കെ കണ്ട് രാമാനുജർക്ക് വലിയ സ്നേഹവും ഇഷ്ടവുമായിരുന്നു. അത് മറ്റ് ശിഷ്യന്മാർക്കെല്ലാം അസൂയയും ഉണ്ടാക്കി. അങ്ങനെ താഴ്ന്ന കുലത്തിൽ പിറന്നവനാണെങ്കിലും ജാതി ചിന്ത ഇല്ലാത്ത രാമാനുജാചാര്യർക്ക് ഒരാളുടെ ഭക്തി മാത്രമേ നോക്കാറുള്ളൂ. അയാളുടെ ജാതിയോ അയാളുടെ സൗന്ദര്യമോ അയാളുടെ രൂപമോ അയാളുടെ യോഗ്യതകളോ ഒന്നും നോക്കാറില്ല. അദ്ദേഹം അയാളുടെ ഭക്തി, ഭഗവാനിൽ എത്രത്തോളം ഭക്തിയുണ്ടോ എന്ന് മാത്രമേ രാമാനുജാചാര്യർ തൻ്റെ ശിഷ്യരെ നോക്കാറുള്ളൂ. ആരെയും ജാതി നോക്കാതെ ശിഷ്യനാക്കി തന്നിലേക്ക് ചേർക്കാൻ വല്ലാത്ത ഒരു വെമ്പൽ രാമാനുജാചാര്യർക്കുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം അന്ധനല്ലാത്ത ഗുരു ഒരു അന്ധനായിട്ടുള്ള ഉരങ്കാവലി, അതും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ കൈയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഈ പറയുന്ന രാമാനുജാചാര്യരുടെ ശിഷ്യന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് നമ്മുടെ ഗുരു ഇങ്ങനെ അന്ധനായ ഒരുത്തൻ്റെയും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരം ഇത് രാമാനുജാചാര്യർ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് വല്ലാത്ത വിഷമമായി. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിള്ളൈ ഉരങ്കാവലിദാസ് അല്ലെങ്കിൽ ധനുർദാസ് ശരിക്കും ആരാണ് എന്താണെന്ന് കാട്ടിക്കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. തൻ്റെ ശിഷ്യർക്ക് അദ്ദേഹത്തിനോടുള്ള അസൂയ എത്രത്തോളം ഉണ്ടെന്ന് രാമാനുജർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ തെറ്റിദ്ധാരണ നീക്കിക്കൊടുക്കണമെന്ന് രാമാനുജർക്ക് വലിയ ഒരു ആഗ്രഹം തോന്നുകയും അദ്ദേഹത്തിൻ്റെ ആ വിനയവും മാധുര്യമൂറുന്ന സംസാരവും അനുസരണയും ഭഗവാനിലും തന്നിലുമുള്ള ആ സ്നേഹവും ദരിദ്രരായിട്ടുള്ള ജനങ്ങളോടുള്ള കാരുണ്യവും ഒക്കെ ഇവർക്ക് അറിയില്ല. അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് രാമാനുജർക്ക് തോന്നി. അങ്ങനെ പിള്ളൈ ഉരങ്കാവലി ദാസന്റെ മഹിമയെ പറ്റി ഇവരെല്ലാം അറിയണമെന്ന് ആഗ്രഹിച്ച രാമാനുജാചാര്യർ ഈ കുറ്റം പറഞ്ഞ ബ്രാഹ്മണരായിട്ടുള്ള തൻ്റെ ശിഷ്യരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ പോയി ഉരങ്കാവലി ദാസന്റെ വീട്ടിൽ ചെന്ന് ഉരങ്കാവലി ദാസൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകണം. അപ്പോൾ എന്ത് പറ്റും, പൊണ്ണാച്ചിയാറ് ആ സമയത്ത് പകൽ സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് അവരുടെ കമ്മലും വളയും മോഷ്ടിക്കണം. ആരുടെ കമ്മലും വളയും? ഈ ഉരങ്കാവലിദാസന്റെ ഭാര്യയായ പൊണ്ണാച്ചിയുടെ കമ്മലും വളകളും ഒക്കെ മോഷ്ടിച്ചിട്ട് വരണം എന്ന് പറയാം. അപ്പൊ അവരാദ്യം അതിശയിച്ചടാ, ഒരു ഗുരു ഇങ്ങനെ മോഷണം പഠിപ്പിക്കുന്നു എന്നൊരു ചിന്ത ഉള്ളിൽ വരും. അപ്പോൾ എന്തായാലും ഗുരു പറഞ്ഞതല്ലേ, പൊക്കളയാം എന്ന് പറഞ്ഞ് അവര് പോയിട്ട് 2 ബാച്ചായിട്ട്, ഒരു ബാച്ച് ആദ്യം ചെന്ന് നോക്കും എങ്ങനെയാണ് അവിടെ. അപ്പൊ ഉരങ്കാവലിദാസർ ഉണ്ടോ നോക്കും, ഇല്ല, അദ്ദേഹം പുറത്തു പോയി. അപ്പം രാമാനുജന്റെ ഈ ഉരങ്കാവലിദാസരുടെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് രഹസ്യമായിട്ട് നോക്കിയപ്പോൾ അവർ നല്ല ഉറക്കമാണെന്ന് മനസ്സിലായി. അങ്ങനെ പതിയെ ഒരു ബാച്ച് പുറത്ത് നിൽക്കും, ഒരു ബാച്ച് അകത്ത് കയറി പതിയെ അവരുടെ കമ്മൽ ഒരു സൈഡ് അവരിങ്ങനെ ചരിഞ്ഞു കിടക്കായിരുന്നു. അപ്പം ഒരു സൈഡുള്ള കമ്മലും ഒരു സൈഡുള്ള വളയും ഊരി. അപ്പോൾ എന്ത് ചെയ്തിട്ട് അപ്പം മറ്റേ ഭാഗത്തുള്ള കമ്മലും വളയും ഊരണം. അതിനു വേണ്ടി അവർ എന്ത് ചെയ്യും, പതുക്കെ അവരെ പതുക്കെ ഒന്ന് മാറ്റാൻ എന്താണ് വഴിയെന്ന് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഉരങ്കാവലിദാസരുടെ ഭാര്യ പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൻ്റെ എന്താ ഗുരുവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ ഗോഡ് ബ്രദേഴ്സ് ആണ് ചുറ്റിലും നിൽക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ഇങ്ങനെ വന്നിരിക്കണത് എന്ന് കണ്ണു തുറക്കാതെ ചിന്തിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ തൻ്റെ ആ കമ്മലും തൻ്റെ വളയും ഒക്കെ മോഷ്ടിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പം അവർ വിചാരിച്ച്, അയ്യോ മഠത്തിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കും, ഇത്രയും ശിഷ്യന്മാർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണും, അതായിരിക്കും അവർ വന്ന് മോഷ്ടിക്കണം. അവർ സാധാരണ വൈഷ്ണവർ ഒന്നും മോഷ്ടിക്കാത്ത ആൾക്കാരാണ്, സത്യസന്ധരാണ്. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു നിർണായക ഘട്ടം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ
മറ്റേ സൈഡുള്ള ആ കമ്മലും വളയും കൂടെ അവർ ഊരിക്കോട്ടെ എന്ന് കഴിഞ്ഞാൽ ഒന്ന് ചരിഞ്ഞു കൊടുക്കും, ചരിഞ്ഞ് മാറിക്കിടക്കും. പക്ഷെ ഇവർ ചരിഞ്ഞതും ഇവർ പേടിച്ച്, ഇവർ ഉണരുന്നു എന്ന് വിചാരിച്ച് പേടിച്ച് ആ ശിഷ്യന്മാരെല്ലാം ഓടി നേരെ എവിടെ ചെല്ലും? ആ, രാമാനുജാചാര്യരുടെ മുന്നിൽ ചെന്നിട്ട് കാര്യം പറയും. ഞങ്ങളെ ഇങ്ങനെ ചെന്നു കണ്ടു, ഒരു സൈഡ് ഊരി, അപ്പോഴേക്കും മറ്റേ സൈഡ് ഊരാൻ പോയപ്പോൾ അവര് ഉണർന്നൊന്ന് തോന്നുന്നു, അവരിന്ന് തിരിഞ്ഞു, ഞങ്ങൾ ഓടിക്കളഞ്ഞു. അപ്പോൾ രാമാനുജാചാര്യ പറയും, നിങ്ങൾ എടുത്തുകൊണ്ട് വന്നല്ലോ, ഇനി അവിടെ ഒരു ചില സംഭവങ്ങൾ കൂടി നടക്കും, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അതും കൂടെ കേട്ടിട്ട് വരണമെന്ന് പറയും. അങ്ങനെ വീണ്ടും അവര് പതിയെ ഒളിച്ച് പതുങ്ങി വന്ന് ഇവരുടെ വീട്ടിന്റെ പുറകിൽ നിൽക്കും. ഇതിനിടയ്ക്ക് ഉരങ്കാവിലെ ദാസര് പുറത്ത് പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾ അറിഞ്ഞാ നിങ്ങളുടെ ഗോഡ് ബ്രദേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഗുരുവിന്റെ ശിഷ്യന്മാരൊക്കെ ഇവിടെ വന്നിരുന്നു. അയ്യോ, നീ വന്ന് ആഹാരം കൊടുത്ത? എന്തൊരു ആഹാരം കൊടുക്കാൻ, ഞാൻ വന്നപ്പോൾ കിടന്നു, ഞാൻ ഉറക്കമായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഉറക്കമാണല്ലോ എന്നൊക്കെ ആര് പറയും? ഉരങ്കാവിലെ ദാസൻ. അല്ല, അതുകൊണ്ടല്ല, അവര് വന്ന് എൻ്റെ ഒരു കമ്മലും ഈ പറയുന്ന കൈകളിലെ ഒരു കൈയിലെ വളകളൊക്കെ ഊരി എടുത്തു. അപ്പൊ നീ എന്ത് ചെയ്തു? ഞാൻ വിചാരിച്ചു അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ വന്നത്. അപ്പൊ മറ്റേ ഭാഗത്തുള്ള കമ്മലും വളയും എടുത്തോട്ടെന്ന് വിചാരിച്ചു തിരിഞ്ഞു കൊടുത്തു, മാറി കിടന്നപ്പോ അവർ ജീവൻ കൊണ്ട് ഓടി ഓടിച്ചു ഉറപ്പാണ്. അപ്പോ രംഗാവലി ദാസ് പറഞ്ഞു, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നീ എന്തിനാ തിരിയാൻ പോയത്? അവരെങ്ങനെയെങ്കിലും അത് ഊരി എടുത്തോണ്ട് പോവില്ലായിരുന്നു. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? ഇതെല്ലാം ശിഷ്യന്മാർ കേൾക്കുന്നുണ്ട്. അപ്പോ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, ഉരങ്കാവലി ദാസർക്ക് ഇങ്ങനെ ഞാന് എന്റേത് എന്നുള്ള ചിന്തകളൊന്നുമില്ല. അവർക്ക് വൈഷ്ണവർക്ക് വേണ്ടി എന്തും നൽകാൻ താല്പര്യമുള്ള പരമഭക്തരാണ് ഈ പറയുന്ന ഈ ഉരങ്കാവലി ദാസനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്ന് ആർക്ക് മനസ്സിലായി? മറ്റ് വൈഷ്ണവർ, പ്രത്യേകിച്ച് ബ്രാഹ്മണ വൈഷ്ണവർക്ക് മനസ്സിലായി. ജാതിയിൽ കൂടിയ ബ്രാഹ്മണ വൈഷ്ണവർക്ക് അത് വല്ലാത്ത ഒരു ഇതായി, വലിയ ഈ സത്യമായി ഇത് ഇദ്ദേഹത്തിനെ നമ്മൾ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റുന്നു? ഇവർ നേരെ ഈ കാര്യങ്ങളെല്ലാം വന്ന് ഗുരുവിന്റെ അടുത്ത് പറയും. അപ്പൊ ഗുരു പറയും, മനസ്സിലായല്ല അദ്ദേഹം എങ്ങനെയാണെന്നുള്ളത് എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാമാനുജാചാര്യർ കുറച്ചുകൂടി ഈ ശിഷ്യന്മാരുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ വേണ്ടി ഈ ശിഷ്യന്മാരെ പുറത്ത് ഭിക്ഷാടനത്തിന് പോയ സമയം നോക്കി രാമാനുജാചാര്യർ അവരുടെ കോണകങ്ങളിൽ പലതും മുറിച്ച് ഇട്ടും പലതിനെ ഒളിച്ചു വെച്ചുമൊക്കെ ഒന്നും അറിയാത്ത മട്ടില് രാമാനുജാചാര്യർ പിറ്റേന്ന് അന്ന് അങ്ങനെ പോയി രാത്രി ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും കിടന്ന് തുടങ്ങി. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഇവർ കോണകം എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പല കോണകങ്ങളും മുറിച്ച് ചെറുതാക്കിയിട്ടേക്കുന്നു, ചിലതിനെ കാണാനില്ല. ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ നടക്കുന്നു അവിടെ. അപ്പോ തമ്മിൽ ഉന്തും തള്ളും വരെ ആയി ഈ കോണകത്തിന്റെ പേരിൽ. ഇപ്പൊ രാമാനുജാചാര്യ വന്ന് പറയും, എന്തു പറ്റി ഇവിടെ ഭയങ്കര ബഹളമൊക്കെ, വൈഷ്ണവർ ഇങ്ങനെ ഒച്ച വയ്ക്കാനും തമ്മിൽ വഴക്ക് കൂടാനും തമ്മിൽ തല്ലാനൊന്നും പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവര് പരസ്പരം ഈ കോണകത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണം അവർ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു. അപ്പോ രാമാനുജാചാര്യർ പറഞ്ഞു, മതിയാക്ക് മതിയാക്ക്, നിങ്ങൾ ഇനി ഒറ്റ അക്ഷരം മിണ്ടരുത്. നിസാരം ഒരു കഷ്ണം തുണി, ഒരു തുണിത്തുണ്ടിന്റെ പേരില് നിങ്ങൾ തമ്മിൽ തല്ലുന്നു. അങ്ങേര് അതേസമയം ധനദാസ് എല്ലാം ഭഗവാന് വേണ്ടി, വൈഷ്ണവർക്ക് വേണ്ടി, ഗുരുവിന് വേണ്ടി സമർപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു കഷ്ണം കോണകത്തിന്റെ പേരിൽ പോലും നിങ്ങൾക്ക് ഒരു ക്ഷമയോ അല്ലെങ്കിൽ അതുപോലും നഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര ആസക്തി, ആ ഒരു കോണകത്തുണ്ടിനോട് പോലും ഭയങ്കര ആസക്തിയാണ്. മറിച്ച് ധനുർദാസ് അല്ലെങ്കിൽ ഉരങ്കാവലി ദാസിന്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാ സർവ്വതും തൻ്റെ സ്വത്തായിട്ടുള്ള സകലതും അദ്ദേഹം ഭഗവാനും ഗുരുവിനും തൻ്റെ ഗോഡ് ബ്രദേഴ്സിനും വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ആളാണ്. ഒന്നിലും ആസക്തിയില്ലാത്ത ആളാണ്. അപ്പോ നിങ്ങൾ ധനുദാസിനെ ഇനിയെങ്കിലും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കരുത്, അത് വലിയ കഷ്ടമാണ് എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് അവൻ എൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായി എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. മേലിൽ ദയവായത് ആരെയും കുറ്റം പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് രാമാനുജാചാര്യ പറയും. അങ്ങനെ ഈ കഥകളിലൂടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ഒരാൾ അന്ധനോ പഠിച്ചവനോ പഠിക്കാത്തവനോ ഉയർന്ന ജാതിക്കാരനോ പിന്നെന്താണ് അല്ലെങ്കിൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഇങ്ങനെയുള്ള ഒരു ഭേദചിന്തകളും രാമാനുജാചാര്യർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ശിഷ്യർക്ക് മുന്നിൽ സ്വയം അദ്ദേഹം ഉദാഹരണം
ആയി നിന്നു കൊടുത്ത ആൾ കൂടിയാണ് രാമാനുജാചാര്യർ. ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൽ ബ്രാഹ്മണർ മാത്രമല്ല എല്ലാ ജാതിക്കാർക്കും ഇന്നും വൈഷ്ണവരാകാൻ പറ്റുമെന്ന് സ്ഥാപിച്ചു കൊടുത്ത ആളാണ് രാമാനുജാചാര്യർ. അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിൽ ഇന്നും താഴ്ന്ന ജാതിക്കാർക്ക് ദീക്ഷ കൊടുക്കുന്നുണ്ട്. എങ്കിലും ചെറിയ അളവിൽ ഒരു ബ്രാഹ്മണർക്ക് മുൻതൂക്കമുണ്ട് അവിടെയും. പക്ഷെ എങ്കിലും താഴ്ന്ന ജാതിക്കാർക്കെല്ലാം ദീക്ഷ നാമം എല്ലാം കൊടുത്ത് മന്ത്രമൊക്കെ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ശ്രീരംഗമാണ് അതിന്റെ പ്രധാന സ്ഥലം. അങ്ങനെ ശ്രീരംഗത്തിൽ സ്വന്തം മഠത്തിൽ കഴിയവേ ആർക്കെല്ലാം വൈഷ്ണവനായി രാമാനുജ ശിഷ്യരാകാൻ താല്പര്യമുണ്ടോ അവർക്കെല്ലാം അദ്ദേഹം പഞ്ചസംസ്കാരം ചൊല്ലി ശിഷ്യത്വം നൽകി. ഒരു ദിവസം ഒരു ഊമയും ചെകിടനുമായ ഒരാള് രാമാനുജാചാര്യരുടെ അരികിൽ വന്നു. അപ്പൊ തനിക്ക് മോക്ഷം കിട്ടിയാൽ കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ രാമാനുജാചാര്യ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ചെവി കേൾക്കാൻ പറ്റാത്ത ഇയാൾക്ക് രാമാനുജാചാര്യ എങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ പറ്റുമെന്ന് മറ്റു ശിഷ്യർ ചിന്തിച്ചു. അപ്പോ അകത്ത് കൊണ്ടുപോയിട്ട് കതക് അടച്ചു. ഇപ്പോ മുറിയുടെ താക്കോൽ ദ്വാരം വഴി ഇവർ നോക്കുമ്പോൾ തൻ്റെ കാൽപാദങ്ങളെ തൊട്ട് കാണിച്ചിട്ട് എൻ്റെ കാൽക്കല് നീ ശരണം പ്രാപിച്ചാൽ എൻ്റെ കാൽക്കല് നീ ശരണം എന്ന് ചിന്തിച്ചാൽ നിനക്ക് ഉറപ്പായിട്ടും മോക്ഷം കിട്ടുമെന്ന് ആംഗ്യ ഭാഷയിൽ രാമാനുജാചാര്യർ കാണിച്ചതും ആ ഊമ രാമാനുജാചാര്യരുടെ കാലിൽ വീണ് വണങ്ങി. തുടർന്ന് രാമാനുജാചാര്യർ തൻ്റെ കാൽപാദങ്ങൾ അല്ലെങ്കിൽ തൻ്റെ തിരുവടികൾ എടുത്ത് അമ്മയുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചതും പരമസന്തോഷത്തോടെ ഊമ പുറത്തേക്ക് വന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. ഇതെല്ലാം കണ്ട് പൂരത്താൾവാര് വിചാരിച്ചു, എന്തുകൊണ്ട് ഊമയായി ഞാൻ ജനിച്ചില്ല? എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് അപ്പോൾ കിട്ടുമായിരുന്നല്ലോ. എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം രാമാനുജാചാര്യനൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ എനിക്ക് സംസാരിക്കാൻ അറിയാവുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഭാഗ്യം ലഭിക്കാണ്ട് പോയത്. ആ ഊമ ആയതിനാൽ ആ ഉമയ്ക്ക് രാമാനുജാചാര്യരുടെ തിരുവടികൾ തലയിലേറ്റാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇത്രയും കാലമായിട്ട് എനിക്ക് ആ ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന് പൂരത്താഴ്വാര് സങ്കടപ്പെട്ടു. അപ്പൊ നമുക്ക് വിഷമം വരുമ്പോൾ രാമാനുജരെ ഗതി എന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിന് സമാധാനവും ശാന്തിയും ഭക്തിയെല്ലാം കിട്ടും. ഇത് വൈഷ്ണവ വിശ്വാസമാണ്. അപ്പോ അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. രാമാനുജരെ ഗതി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്ത് വിഷമം വരുമ്പോഴും. അപ്പോൾ ആ വിഷമങ്ങൾക്കെല്ലാം ശാന്തി സമാധാനം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ രാമാനുജർക്കും നമുക്കുമുള്ള ബന്ധത്താൽ നമ്മുടെ കടങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങി പെരുമാളിന് പെരുമാളിൽ ഭഗവാനിൽ പരിശുദ്ധ ഭക്തി ലഭിക്കും. അതിലൂടെ നമുക്ക് വൈകുണ്ഠം പ്രാപിക്കാനുമാകും. അങ്ങനെ ശ്രീരംഗത്തിൽ ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തെ വളരെ ഉന്നതിയിൽ എത്തിച്ച് ധാരാളം ശിഷ്യ സമൂഹമായിട്ട് കഴിയുന്ന സമയം രാമാനുജാചാര്യർക്ക് 60 വയസ്സായി. അങ്ങനെ വലിയൊരു കഷ്ടകാലം ധൂമകേതു പോലെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാം കുലോത്തുംഗ ചോഴൻ എന്ന പേരിൽ ഒരു ശൈവ രാജാവ് ആ കാലത്ത് അവിടെ ഭരിക്കാൻ വന്നു. പരമ്പരയായിട്ട് വന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ശൈവനായിരുന്നു. വൈഷ്ണവരോട് ഭയങ്കര എതിർപ്പുള്ള ആൾ കൂടിയായിരുന്നു. ശിവപെരുമാളിനോട് വലിയ ഭക്തിയും വൈഷ്ണവരോട് വലിയ വിദ്വേഷവുമുള്ള ശൈവ രാജാവായിരുന്നു ഈ രണ്ടാം കുലോത്തുംഗ ചോഴൻ. അതിനാൽ തന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങളെ മൊത്തം അദ്ദേഹം തകർക്കാൻ തുടങ്ങി. മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ തന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങൾ തകർക്കുന്ന തലതിരിഞ്ഞ ഒരു അവസ്ഥ ഈ പറയുന്ന 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ വൈഷ്ണവത്തെ ഇല്ലാതാക്കണമെന്ന ക്രൂരമായ ചിന്ത രാജാവിനുണ്ടായിരുന്നു, മുഗളന്മാരെ പോലെ തന്നെ. അപ്പോ ജീവൻ വേണമെങ്കിൽ ശിവനേക്കാൾ ഉയർന്ന ദൈവം ഇല്ല എന്ന് എല്ലാ വൈഷ്ണവന്മാരെയും ഓരോരുത്തരായിട്ട് വിളിച്ചു വരുത്തി എഴുതി വാങ്ങി ഈ രാജാവ്. എഴുതാത്തവരെ അപ്പോഴെന്നെ തലവെട്ടി കൊല്ലും. അതിന് അതികുറഞ്ഞ ശിക്ഷയൊന്നും അദ്ദേഹത്തിന് അറിയില്ല, കൊല. അങ്ങനെ കുറെ ആൾക്കാർ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്തു. ചിലർ അദ്ദേഹത്തിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടു. അപ്പോ രാജാവിന്റെ മന്ത്രിയാണ് നാളൂരാൻ. ഈ നാളൂരാൻ എന്ന് പറയുമ്പോൾ നാളൂരാൻ നമ്മുടെ പുരത്താൾവാരുടെ ഒരു ശിഷ്യൻ കൂടിയാണ്. അപ്പോൾ ഈ നാളൂരാൻ അവിടുത്തെ കൊട്ടാരത്തിലെ മന്ത്രിയാണ്. അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം രാജാവിനെ പറയും. എന്താണ്? രാജാവെ, അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഓരോരോ വൈഷ്ണവന്മാരെയായിട്ട് വിളിച്ചു വരുത്തി ഇങ്ങനെ ഒപ്പിട്ട് വാങ്ങുന്നതിന് പകരം ഇന്ന് ഇവരുടെയൊക്കെ തലവനായ ആചാര്യനായ ആ രാമാനുജാചാര്യ തന്നെ വിളിച്ചു വരുത്തി ഒപ്പിട്ട് വാങ്ങിയാൽ എല്ലാ വൈഷ്ണവരും ഒപ്പിട്ടതിന് തുല്യമായിട്ട് മാറും. അതല്ലേ വേണ്ടത്. അല്ലാതെ ഓരോരുത്തരായിട്ട് വിളിച്ചു വരുത്തി എത്ര കാലം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെ മാറ്റിയെടുക്കും?
എന്ന് ആര് ചോദിക്കും? നാളൂരാൻ, അവിടുത്തെ മന്ത്രി. അയാള് കുരുത്താൾവാരുടെ ശിഷ്യൻ കൂടിയാണ്. ഒരാൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ചതിയന്മാർ, യൂദാസുകൾ അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അപ്പോൾ രാജാവ് രാമാനുജാചാര്യരെ കൊണ്ടുവരാൻ വേണ്ടി ഉത്തരവിട്ടു. അങ്ങനെ ഈ നാളൂരാൻ കുരുത്താൾവാരുടെ ശിഷ്യനാണ്, ചതിയനാണ്, ഗുരുദ്രോഹിയാണ്, കുലദ്രോഹിയാണ്. അങ്ങനെ നാളൂരാൻ ഉപദേശിച്ച പ്രകാരം, രാജാവ് ഉത്തരവിട്ട പ്രകാരം ഭടന്മാർ രാമാനുജാചാര്യരെ പിടികൂടി കൊണ്ടുവരാൻ വേണ്ടി ശ്രീരംഗത്ത് മഠത്തിലെത്തി. അങ്ങനെ ആ സമയത്ത് രാമാനുജാചാര്യർ കുളിക്കാനായിട്ട് കാവേരി നദിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോ എവിടെയാണ് നിങ്ങളുടെ രാമാനുജാചാര്യർ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഭടന്മാര് അകത്തേക്ക് വന്നത്. അപ്പോ അവിടെ ആരൊക്കെയുണ്ട്? കൂരത്താൾവാരുണ്ട്, പെരിയാൾവാർ. രാമാനുജാചാര്യരുടെ ശിഷ്യനായ കൂരത്താൾവാരും ഗുരുവായ പെരിയാൾവാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോ പെട്ടെന്ന് കൂരത്താൾവാർക്ക് മനസ്സിലായി, ഈ ശബ്ദവും ഈ ഒച്ചപ്പാടും വരുന്ന വരവും എല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രാമാനുജാചാര്യരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ സത്യം ചെയ്യില്ല. ചെയ്യാതെ വരുമ്പോൾ ഉറപ്പായിട്ട് രാമാനുജാചാര്യരുടെ കഴുത്ത് വെട്ടി കൊല്ലും. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ കൊല്ലാൻ പാടില്ല. അദ്ദേഹം ജീവനോടെ ഇരുന്നാലേ വൈഷ്ണവ സമ്പ്രദായത്തിന് ഉയർച്ച വരൂ എന്നതിനാൽ അദ്ദേഹം ഏത് വിധേനയും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ആര് തീരുമാനിക്കുന്നു? ഈ പറയുന്ന കൂരത്താൾവാർ ചിന്തിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം രാമാനുജാചാര്യ മറ്റു ഭടന്മാർ കാണുന്നതിന് മുമ്പ് രാമാനുജാചാര്യരുടെ കാവ്യവസ്ത്രം എടുത്ത് സ്വയം ധരിക്കുകയും കയ്യിൽ അവിടെ ഇരുന്ന മൂലയിൽ വെച്ചിരുന്ന ത്രിദണ്ഡെടുത്ത് കയ്യിൽ പിടിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ തന്നെ രാമാനുജൻ, എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഭടന്മാരുടെ മുന്നിലേക്ക് വരും. അപ്പോ രാമാനുജാചാര്യരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കൂരത്താൾവാർ അഭിനയിക്കുകയാണെന്ന് ആർക്കറിയാം? പെരിയ തമ്പിക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ രാമാനുജാചാര്യരുടെ ഗുരുവിനെ അറിയാം. അപ്പൊ അദ്ദേഹം അന്തം വിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിനും അറിയാം രാമാനുജാചാര്യ പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് ശിവനാണ് പരമമായ ദൈവം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറയും. അതൊരിക്കലും രാമാനുജാചാര്യ ചെയ്യില്ല. ചെയ്യാതെ വരുമ്പോൾ അദ്ദേഹത്തിനെ കഴുത്ത് വെട്ടി കൊല്ലും. അപ്പോൾ അങ്ങനെ കൊന്നാൽ വൈഷ്ണവ ധർമ്മത്തിന്, വൈഷ്ണവ സമ്പ്രദായത്തിന് ഭയങ്കര ഡാമേജ് വരുത്തും എന്നറിയാമെന്നുള്ളത് കൊണ്ട് പെരിയ നമ്പിയും മിണ്ടാതെ നിൽക്കും. അങ്ങനെ ഈ കുരത്താൾവാർക്ക് സഹായിയായിട്ട് ധൈര്യമായിട്ട് താനും കൂടെ നിൽക്കണമെന്ന് രാമാനുജാചാര്യരുടെ ഗുരു പെരിയ നമ്പിയും തീരുമാനിക്കും. അങ്ങനെ രണ്ടുപേരും കൊണ്ട് പിടിച്ചുകൊണ്ട് ആര് കൊണ്ടുപോകും? ഭടന്മാര് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇതിനിടയിൽ കുളി കഴിഞ്ഞു വന്ന രാമാനുജാചാര്യർ തന്റെ കാവ്യവസ്ത്രവും ത്രിദണ്ഡും കാണാത്തതിന് പരിഭ്രമിച്ച് അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിക്കുമ്പോൾ പറയും, ഇപ്പോൾ രാജാവ് കുലത്തുംഗ ചോഴന്റെ ആൾക്കാർ വന്നിട്ട് അങ്ങയുടെ ഗുരുവായ പെരിയ നമ്പിയെയും ശിഷ്യനായ കൂരത്താൾവാരെയും അരമനയിലേക്ക് കൊണ്ടുപോയി അങ്ങയുടെ ജീവൻ ആണെന്ന് തോന്നുന്നു. അതിൽ കൂരത്താൾവാര് അങ്ങയുടെ വസ്ത്രം എടുത്ത് ധരിച്ചുകൊണ്ട് ആ ത്രിദണ്ഡം പിടിച്ചുകൊണ്ടാണ് പോയിക്കുന്നത് എന്ന് പറയും. അപ്പോൾ രാമാനുജർ കാര്യം മനസ്സിലാവും. കാരണം തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോ എന്തായാലും വലിയ അപകടം വരുന്നുണ്ട്, അങ്ങ് ഇവിടെ നിൽക്കണ്ട, എത്രയും വേഗം വെള്ള വസ്ത്രം ധരിച്ച് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോണം, കർണാടകത്തിലൊക്കെയോ എവിടെയെങ്കിലേക്കും പൊയ്ക്കോണമെന്ന് അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനായ മുതലൈ ആണ്ടാൻ പറയും. അപ്പോ തന്നെ സംരക്ഷിക്കാനാണ് കൂരത്താൾവാർ പേരും പെരിയ നമ്പിയും വേഷം മാറി കുലോത്തുംഗ ചോഴന്റെ കൊട്ടാരത്തിലേക്ക് പോയിരിക്കുന്നതെന്ന് രാമാനുജാചാര്യർക്ക് മനസ്സിലാവുകയും എൻ്റെ പ്രിയപ്പെട്ട ഗുരുവായ പെരിയ നമ്പിക്കും എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ കൂരത്താൾവാർക്കും ഒരു ആപത്തും വരുത്തരുതേ എന്ന് ഭഗവാനോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. മനം നൊന്ത് പ്രാർത്ഥിക്കും. എന്നിട്ട് വേഗം കൂരത്താൾവാരുടെ വെള്ള വസ്ത്രം എടുത്ത് ധരിച്ചുകൊണ്ട് അദ്ദേഹം കർണാടകയിലേക്ക് യാത്ര തിരിക്കും. ഇതിനിടയിൽ കൊട്ടാരത്തില് കൂരത്താഴ്വാര് രാമാനുജ വേഷത്തില് കൂടെ പെരിയ നമ്പിയുണ്ട്. ഭടന്മാർക്കൊപ്പം കൊട്ടാരത്തിലെത്തി. ചോഴരാജാവിന് ഈ രാമാനുജാചാര്യരെ മുൻപ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന കൂരത്താഴ്വാരെ കണ്ടപ്പോൾ രാമാനുജാചാര്യരായിട്ട് തന്നെ തോന്നി. അപ്പോ അദ്ദേഹം പറയും, ശിവ പരതരം നാസ്തി, ശിവനേക്കാളും ഉയർന്ന ഒരു ഈശ്വരനില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറയും. നിങ്ങൾ സമ്മതിച്ച് ഒപ്പിട്ടാൽ എല്ലാ വൈഷ്ണവരും അത് സമ്മതിക്കുന്നതിന് തുല്യമാണല്ലോ എന്ന് രാജകുലത്തുംഗ ചോഴൻ പറയും. അപ്പോ കൂരത്താൾവാര് മറുത്തൊന്നും പറയാതെ ശിവ പരപരം നാസ്തി ദ്രോണമസ്തി താൻ പരം എന്ന് ഒരു വിദണ്ഡവാദം കൂടി എഴുതും. എന്ന് വെച്ചാൽ ഒരു ശിവപരതൻ നാസ്തി എന്ന് എഴുതിയതിന്റെ പുറകെ അടുത്ത ഒരു വരി ദ്രോണമസ്തി തൻ പരം എന്ന വിദണ്ഡവാദം കൂടി എഴുതി ഒപ്പിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ശിവം എന്ന് പറഞ്ഞാൽ അരക്കാപ്പ് അല്ലെങ്കിൽ നാഴി, ദ്രോണം എന്ന് പറഞ്ഞാൽ മുഴുക്കാപ്പ്. അപ്പം മുഴുക്കാപ്പിനേക്കാളും അരക്കാപ്പ് എങ്ങനെ ഉയർന്നതാകും എന്നാണ് ആ സംസ്കൃത ശ്ലോകത്തിന്റെ അർത്ഥം. ഒരു പരിഹാസമാണ് അതിൽ വന്നത്.
അപ്പോ ഈ പരിഹാസ രീതിയിൽ ഓലയിൽ എഴുതിയത് കണ്ട് അത് രാജാവിന് സംസ്കൃതമൊക്കെ അറിയാം. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് ഓഹോ ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിക്കണത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഈ രാമാനുജാചാര്യരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാൻ ആര് ഉത്തരവിടും? കുലോത്തുംഗ ചോഴര് ഉത്തരവിടും. ഉടൻ തന്നെ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു, സോറി, ഹരകൃഷ്ണൻ സമയം കഴിഞ്ഞു പ്രഭു. സമയം കഴിഞ്ഞു. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ പൂജാ കണ്ണുകൾ സമയമായി. അത് കംപ്ലീറ്റ് ചെയ്യണ്ട. വേണ്ട. കാര്യം എന്ന് അപ്പൊ അടുത്ത പറഞ്ഞാൽ ക്ലാസ്